1963 ഇംഗ്ലണ്ട്. യുദ്ധത്തിന്റെ ഓർമ്മകൾ മാഞ്ഞു തുടങ്ങുകയും ലോകം പുതിയൊരു ഭാവത്തിലേക്ക് കണ്ണു തുറക്കുകയും ചെയ്യുന്ന കാലം. ലണ്ടനിലെ തെരുവുകളിൽ പുതിയ ഫാഷനും സംഗീതവും നിറയുന്നു. എന്നാൽ ഈ വർണ്ണങ്ങൾക്കപ്പുറം ഇംഗ്ലണ്ടിലെ ഗ്രാമപ്രദേശങ്ങൾ അതിന്റെ നിശബ്ദമായ ജീവിതം തുടർന്നിരുന്നു. പച്ച പുൽമേടുകളും ചെറിയ കുന്നുകളും അവയെ മുറിച്ചുകൊണ്ടുപോകുന്ന റോഡുകളും രാജ്യത്തിന്റെ സിരകൾ പോലെ നീണ്ടുകിടക്കുന്ന റെയിൽ പാളങ്ങളും. ആ പാളങ്ങളിലൂടെ ഓരോ രാത്രിയും ഒരു യാത്രക്കാരൻ കടന്നുപോയിരുന്നു. ഗ്ലാസ്ഗോയിൽ നിന്നും ലണ്ടനിലേക്ക് പോകുന്ന റോയൽ മെയിൽ ട്രെയിൻ. സാധാരണ തപാലുകൾ മാത്രമല്ല, ബ്രിട്ടനിലെ പഴയ നോട്ടുകൾ ലണ്ടനിലേക്ക് എത്തിക്കുന്ന ഒരു നിധിപേടകം കൂടിയായിരുന്നു അത്. ഓരോ ദിവസവും കോടിക്കണക്കിന് പൗണ്ടുമായി കൃത്യനിഷ്ഠയോടെ സുരക്ഷിതമായി അത് യാത്ര തുടർന്നു. ആ വിശ്വാസ്യതയായിരുന്നു അതിന്റെ ഏറ്റവും വലിയ കവചം. എന്നാൽ 1963 ഓഗസ്റ്റ് മാസത്തിലെ 8-ാം തീയതിയിലെ ആ രാത്രിക്ക് ഒരു കഥ പറയാനുണ്ടായിരുന്നു. അതും ഒരു വ്യാഴാഴ്ച. പുറമേക്ക് ശാന്തമായിരുന്നെങ്കിലും ആ രാത്രിയുടെ നിശബ്ദതയിൽ ഒരു വലിയ പദ്ധതിയുടെ ഹൃദയമിടിപ്പുകൾ ഒളിഞ്ഞിരുന്നു. അതൊരു യുദ്ധമായിരുന്നില്ല, ഒരു വിപ്ലവമായിരുന്നില്ല, മറിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലുതും സാഹസികവുമായ ഒരു ട്രെയിൻ കൊള്ളയുടെ അവസാനവട്ട ഒരുക്കങ്ങളായിരുന്നു അത്. നമുക്ക് ആ മൂടൽമഞ്ഞുള്ള രാത്രിയിലേക്ക് മെല്ലെ യാത്ര ചെയ്യാം. ആ ട്രെയിനിന്റെ ചൂളം വിളികൾക്ക് കാതോർക്കാം. ചരിത്രത്തിലെ ആ വലിയ കവർച്ചയുടെ ചുരുളുകൾ നിവർത്താം. ലണ്ടനിലെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ഏതോ ഒരു പഴയ കെട്ടിടത്തിന്റെ മുകളിലെ മുറിയിൽ ഒരാൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ പേര് ബ്രൂസ് റെയ്നോൾഡ്സ്. കാഴ്ചയിലൊരു ആന്റിക് ഡീലർ, അല്ലെങ്കിൽ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫർ. എന്നാൽ ആ കണ്ണുകളിൽ സാധാരണ കച്ചവടക്കാരന്റെ കണക്കുകൂട്ടലുകളായിരുന്നില്ല. മറിച്ച് ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സാഹസത്തിന്റെ സ്വപ്നമായിരുന്നു. പണത്തോടുള്ള ആഗ്രഹമായിരുന്നില്ല അത്. അതിനേക്കാൾ ഉപരി ചരിത്രത്തിൽ സ്വന്തമായൊരിടം നേടാനുള്ള ഒരടങ്ങാത്ത ദാഹമായിരുന്നു. റെയ്നോൾഡ്സ് ഒരു സാധാരണ കള്ളനായിരുന്നില്ല. അയാൾക്ക് കലയോടും സൗന്ദര്യത്തോടും കൃത്യതയോടും ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. അയാൾ ചെയ്യുന്നത് എന്തും, അതൊരു മോഷണമാണെങ്കിൽ പോലും അതിലൊരു കലാപരമായ പൂർണ്ണത വേണമെന്ന് അയാൾ നിർബന്ധം പിടിച്ചു. അക്കാലത്തെ ലണ്ടൻ അങ്ങനെയൊരു സ്ഥലമായിരുന്നു. യുദ്ധം കഴിഞ്ഞുപോയ ഒരു തലമുറയുടെ നിരാശയും പുതിയ കാലത്തിന്റെ അവസരങ്ങളും അവിടെ ഇടകലർന്ന് കിടന്നു. നിയമത്തിന്റെ വഴിയെ പോയാൽ കിട്ടുന്നതിനേക്കാൾ എത്രയോ വലുതാണ് അതിന്റെ പഴുതുകളിലൂടെ നേടാനാവുക എന്ന് വിശ്വസിച്ചിരുന്ന ഒരുപാട് പേർ അന്നുണ്ടായിരുന്നു. റെയ്നോൾഡ്സ് അവരിലൊരാളായിരുന്നു. പക്ഷേ അയാൾ ചിന്തിച്ചത് മറ്റാരും ചിന്തിക്കാത്തത്ര വലിപ്പത്തിലായിരുന്നു. അയാളുടെ മനസ്സിൽ ആ ആശയം ഒരു വിത്തുപോലെ മുളപൊട്ടിയിട്ട് അധികം നാളായിട്ടുണ്ടായിരുന്നില്ല. റോയൽ മെയിൽ ട്രെയിൻ. ഗ്ലാസ്ഗോയിൽ നിന്ന് ലണ്ടനിലേക്ക് കോടിക്കണക്കിന് പൗണ്ടുമായി പോകുന്ന ആ ഉരുക്കുകോട്ട, അതിനെ കീഴടക്കുക, അതൊരു ഭ്രാന്തൻ ചിന്തയായിരുന്നു. പട്ടാളവും പോലീസും ഒരുപോലെ സുരക്ഷയൊരുക്കുന്ന ഒന്നിനെ വെല്ലുവിളിക്കുക എന്നത് ആത്മഹത്യാപരമായിട്ടേ ആർക്കും തോന്നുകയുള്ളൂ. പക്ഷേ റെയ്നോൾഡ്സിന്റെ ചിന്തകൾ വ്യത്യസ്തമായിരുന്നു. അയാൾ കണ്ടത് അതിന്റെ സുരക്ഷാ മതിലുകളെയല്ല, അതിലെ വിള്ളലുകളെയായിരുന്നു. ഈ വലിയ സ്വപ്നം ഒറ്റയ്ക്ക് കാണാൻ കഴിയില്ലെന്ന് റെയ്നോൾഡ്സിന് അറിയാമായിരുന്നു. അതിന് തന്നെപ്പോലെ ചിന്തിക്കുന്ന, വിശ്വസ്തരായ, കഴിവുള്ള ഒരു സംഘത്തെ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് അയാൾ തന്റെ അന്വേഷണം ആരംഭിച്ചത്. ഓരോരുത്തരായി അയാൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുത്തു. വെറും കുറ്റവാളികളെയല്ല, ഓരോ മേഖലയിലും വൈദഗ്ധ്യമുള്ളവരെ. ആദ്യത്തെയാൾ ഗോർഡൻ ഗൂഡി. ഒരു ഹെയർ ഡ്രസ്സർ എന്നായിരുന്നു പുറം ലോകം അയാളെ അറിഞ്ഞിരുന്നത്. എന്നാൽ ലണ്ടനിലെ അധോലോകത്തിന് ഗൂഡി അതിലും വലുതായിരുന്നു. ശക്തൻ, ധൈര്യശാലി, അതേസമയം നിശബ്ദൻ. റെയ്നോൾഡ്സിന്റെ ആശയങ്ങളിൽ പലപ്പോഴും സംശയം പ്രകടിപ്പിക്കുമെങ്കിലും ഒരു പദ്ധതി ഏറ്റെടുത്താൽ ജീവൻ കൊടുത്തും അത് പൂർത്തിയാക്കുന്ന പ്രകൃതം. അവരുടെ സംഭാഷണങ്ങൾ ലണ്ടനിലെ ഏതെങ്കിലും ഒരു പബ്ബിന്റെ മൂലയിൽ വെച്ചായിരിക്കാം നടന്നത്. ഗ്ലാസിലെ മധ്യത്തിലേക്ക് നോക്കി ഗൂഡി ആ പദ്ധതിയെക്കുറിച്ച് വീണ്ടും വീണ്ടും ചോദിച്ചിരിക്കാം. അതിലെ അപകടങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കാം. പക്ഷേ റെയ്നോൾഡ്സിന്റെ വാക്കുകളിലെ ആത്മവിശ്വാസം അയാളെയും ആവേശഭരിതനാക്കി. പിന്നീട് സംഘത്തിലേക്ക് വന്നത് ചാർലി വിൽസനായിരുന്നു. സൈലന്റ് ചാർലി എന്നായിരുന്നു അയാളുടെ വിളിപ്പേര്. വളരെ കുറിച്ചുമാത്രം സംസാരിക്കുന്ന,
എന്നാൽ ആ വാക്കുകൾക്ക് കഠാരയുടെ മൂർച്ചയുള്ള ഒരാൾ, സംഘത്തിലെ ഏറ്റവും അപകടകാരിയും അതേസമയം അച്ചടക്കമുള്ളവനും അയാൾ തന്നെയായിരുന്നു. ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ പിന്നീട് അതിൽ നിന്നൊരു മാറ്റമുണ്ടാകില്ല. പദ്ധതിയുടെ ഓരോ ഘട്ടത്തിലും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും സംഘമാംഗങ്ങൾക്കിടയിൽ ഒരു ഭയവും ബഹുമാനവും നിലനിർത്താനും ചാർലിയുടെ സാന്നിധ്യം അത്യാവശ്യമാണെന്ന് റെയ്നോൾഡ്സ് കണക്കുകൂട്ടി. അയാൾ സംഘത്തിന്റെ ഖജനാവായി മാറി. റോണി ബിഗ്സ് എന്ന മരപ്പണിക്കാരനായിരുന്നു അടുത്തയാൾ. വലിയ മോഷണങ്ങളൊന്നും നടത്തി പരിചയമില്ലാത്ത ചെറിയ തട്ടിപ്പുകളുമായി കഴിഞ്ഞിരുന്ന ഒരാൾ. എന്നാൽ റെയ്നോൾഡ്സിന് റോണിയെ ആവശ്യമുണ്ടായിരുന്നത് അയാളുടെ മോഷണ വൈദഗ്ധ്യം കൊണ്ടായിരുന്നില്ല. റോണിക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. വിരമിച്ച ഒരു ട്രെയിൻ ഡ്രൈവറുമായി അയാൾക്ക് പരിചയമുണ്ടായിരുന്നു. ഈ വലിയ പദ്ധതിക്ക് ഒരു ട്രെയിൻ ഓടിക്കാൻ അറിയുന്ന ഒരാളുടെ സഹായം കൂടിയേ തീരൂ. ആ ഒരൊറ്റ കാരണമാണ് റോണി ബിഗ്സിനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കവർച്ചയുടെ ഭാഗമാക്കിയത്. ഒരുപക്ഷേ താൻ കാലെടുത്തു വയ്ക്കുന്നത് എത്ര വലിയൊരു സംഭവത്തിലേക്കാണെന്ന് അയാളന്ന് ഓർത്തിട്ടുണ്ടാവില്ല. ഇവരോടൊപ്പം മറ്റു പലരും ചേർന്നു. ഓരോരുത്തർക്കും ഓരോ ജോലികൾ. ഇലക്ട്രോണിക് സിഗ്നലുകളെക്കുറിച്ച് അറിയുന്നവർ, പണം സുരക്ഷിതമായി ഒളിപ്പിക്കാൻ അറിയുന്നവർ, കള്ളത്താക്കോലുകൾ ഉണ്ടാക്കുന്നതിൽ വിദഗ്ധർ. അങ്ങനെ 15ഓളം പേരടങ്ങുന്ന ഒരു സംഘം രൂപപ്പെട്ടു. അതൊരു ഗ്യാങ് ആയിരുന്നില്ല, മറിച്ച് ഒരു പ്രൊജക്റ്റിനായി ഒന്നിച്ച ഒരു ടീമായിരുന്നു. അവരതിനെ ഹെവി ബ്രിഗേഡ് എന്ന് സ്നേഹത്തോടെ വിളിച്ചു. പദ്ധതിയുടെ ഹൃദയം ഒരു അജ്ഞാതനായിരുന്നു. ദി അൾസ്റ്റർമാൻ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരാൾ. റോയൽ മെയിലിന്റെ ഉള്ളറകളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അയാൾക്കാണുണ്ടായിരുന്നത്. ട്രെയിൻ എപ്പോൾ പുറപ്പെടും, ഏതൊക്കെ സ്റ്റേഷനുകളിൽ നിർത്തും, ഏറ്റവും പ്രധാനമായി കോടിക്കണക്കിന് പൗണ്ട് അടങ്ങിയ ഹൈ വാല്യൂ പാക്കേജ് കോച്ച് എവിടെയായിരിക്കും ഘടിപ്പിച്ചിട്ടുണ്ടാവുക എന്നെല്ലാം അയാൾക്കറിയാമായിരുന്നു. ഈ വിവരങ്ങൾ ഒരു നിധി പോലെയായിരുന്നു റെയ്നോൾഡ്സിനും സംഘത്തിനും. ആ അജ്ഞാതനായ മനുഷ്യൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ തങ്ങളുടെ പദ്ധതിയുടെ ഓരോ ചുവടും മുന്നോട്ട് വെച്ചത്. അവരുടെ മീറ്റിംഗുകൾ രഹസ്യമായിരുന്നു. സൗത്ത് ലണ്ടനിലെ ഒരു കഫേയുടെ മുകളിലെ മുറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാം ഹൗസിന്റെ ശാന്തതയിലോ അവർ ഒത്തുകൂടി. മേശപ്പുറത്തൊരു വലിയ മാപ്പ് വിരിച്ചിട്ടുണ്ടാവും. അതിൽ റെയിൽവേ ട്രാക്കുകൾ അടയാളപ്പെടുത്തിയിരിക്കും. ഓരോരുത്തരും തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. തർക്കങ്ങളുണ്ടാകും, സംശയങ്ങളുണ്ടാകും. പക്ഷെ അവസാനം ബ്രൂസ് റെയ്നോൾഡ്സിന്റെ വാക്കുകൾക്ക് മുന്നിൽ എല്ലാവരും നിശബ്ദരാകും. അവരുടെ ആദ്യത്തെ ലക്ഷ്യം ട്രെയിനിനെക്കുറിച്ച് പഠിക്കുകയെന്നതായിരുന്നു. ആഴ്ചകളോളം അവർ ഗ്ലാസ്ഗോ ലണ്ടൻ റൂട്ടിൽ യാത്ര ചെയ്യുന്ന മെയിൽ ട്രെയിനിനെ നിരീക്ഷിച്ചു. രാത്രിയുടെ മറവിൽ റെയിൽവേ ട്രാക്കിന് സമീപമുള്ള കുറ്റിക്കാടുകളിൽ അവർ ഒളിച്ചിരുന്നു. ഓരോ കോച്ചും അവർ എണ്ണിത്തിട്ടപ്പെടുത്തി. അതിന്റെ വേഗത മനസ്സിലാക്കി. HVP കോച്ച് സാധാരണയായി രണ്ടാമത്തേതോ മൂന്നാമത്തേതോ ആയിരിക്കുമെന്നവർ കണ്ടെത്തി. പുറമേ നിന്ന് നോക്കിയാൽ മറ്റു കോച്ചുകളെപ്പോലെ സാധാരണയൊന്ന്. പക്ഷെ അതിന്റെ ഉള്ളിലാണ് ബ്രിട്ടീഷ് ബാങ്കുകളുടെ ഭാഗ്യധേയം ഉറങ്ങിക്കിടക്കുന്നത് എന്നവർക്കറിയാമായിരുന്നു. അവർക്ക് ട്രെയിനിനെ നിർത്തണമായിരുന്നു. ഓടുന്ന ട്രെയിനിൽ നിന്ന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനായി റെയിൽവേ സിഗ്നൽ സംവിധാനം പഠിക്കേണ്ടതുണ്ടായിരുന്നു. അക്കാലത്ത് റെയിൽവേ ട്രാക്കുകളിലെ സിഗ്നലുകൾ നിയന്ത്രിച്ചിരുന്നത് ട്രാക്കിന് സമീപം സ്ഥാപിച്ചിരുന്ന ലൈറ്റുകൾ ഉപയോഗിച്ചാണ്. പച്ച ലൈറ്റ് എന്നാൽ മുന്നോട്ടു പോകാം, ചുവപ്പ് ലൈറ്റ് എന്നാൽ നിർത്തണം. ഈ ചുവപ്പ് ലൈറ്റ് തങ്ങൾക്കെങ്ങനെ കൃത്രിമമായി പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്നതായിരുന്നു അവരുടെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. സംഘത്തിലെ ഒരു വിദഗ്ധൻ അതിനൊരു വഴി കണ്ടെത്തു. സിഗ്നൽ ലൈറ്റുകളിലേക്കുള്ള വയറുകളിൽ മാറ്റം വരുത്തിയാൽ മതി. പച്ച ലൈറ്റ് കത്തുന്ന സമയത്തും തങ്ങൾക്ക് വേണമെങ്കിൽ അത് ചുവപ്പാക്കി മാറ്റാൻ സാധിക്കും. പക്ഷെ അതത്ര എളുപ്പമായിരുന്നില്ല. ഗ്ലൗസ് കയ്യിലിട്ട് ചെറിയൊരു ബാറ്ററി ഉപയോഗിച്ച് ആ സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം മാറ്റുന്ന വിധം അവർ പരിശീലിച്ചു. ഒരു ചെറിയ പിഴവ് പോലും പദ്ധതിയെ മുഴുവനായി തകർക്കാൻ പോന്നതായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അവരുടെ പദ്ധതി കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരുന്നു. ലണ്ടനിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ അകലെയുള്ള ബക്കിംഗ്ഹാം ഷെയറിലെ ഒരു സ്ഥലം അവർ തിരഞ്ഞെടുത്തു. ബ്രിഡിഗോ റെയിൽവേ പാലം. വിജനമായ ഒരിടം, ഇരുവശത്തും മരങ്ങളും കുറ്റിക്കാടുകളും. ട്രെയിൻ കൊള്ളയടിച്ച ശേഷം രക്ഷപ്പെടാനും പണം മാറ്റാനും ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലം അതായിരിക്കുമെന്ന് അവർ കണക്കുകൂട്ടി. അതിനടുത്തായി ഒരു പഴയ ഫാം ഹൗസ് അവർ വാടകയ്ക്കെടുത്തു. ലെതർസ്ലേഡ് ഫാം.
പുറമേ നിന്ന് നോക്കിയാൽ ആരും ശ്രദ്ധിക്കാത്ത കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടം. കവർച്ചയ്ക്ക് ശേഷം കുറച്ചു ദിവസം പുറം ലോകം കാണാതെ ഒളിച്ചു താമസിക്കാൻ ഏറ്റവും പറ്റിയ ഒളിത്താവളം അതായിരുന്നു. അവർ ആ ഫാം ഹൗസിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാൻ തുടങ്ങി. ഭക്ഷണ സാധനങ്ങൾ, ഉറങ്ങാനുള്ള ബെഡുകൾ, പിന്നെ പണം എണ്ണാനുള്ള ഒരുപാട് മേശകളും കസേരകളും. എല്ലാം ഒരു വലിയ ഓപ്പറേഷനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പോലെയായിരുന്നു. ഓരോ തവണ അവർ ഒത്തുകൂടുമ്പോഴും ബ്രൂസ് റെയ്നോൾഡ്സ് അവരോട് പറയും, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണ മോഷണമല്ല, ഇതൊരു ചരിത്ര സംഭവമായിരിക്കും. നമ്മൾ ആരെയും ഉപദ്രവിക്കില്ല, ഒരു തുള്ളി രക്തം പോലും വീഴരുത്. കൃത്യത, വേഗത, ബുദ്ധി, ഇതായിരിക്കണം നമ്മുടെ ആയുധങ്ങൾ. ആ വാക്കുകൾ സംഘത്തിന് വലിയ ആത്മവിശ്വാസം നൽകി. അവർ കേവലം പണത്തിനു വേണ്ടി മാത്രമല്ല, ഒരു ഇതിഹാസത്തിന്റെ ഭാഗമാകാനാണ് പോകുന്നത് എന്ന് അവർ വിശ്വസിച്ചു തുടങ്ങി. ഓഗസ്റ്റ് മാസം പിറന്നു. ഇംഗ്ലണ്ടിൽ വേനലിന്റെ അവസാന നാളുകൾ. രാത്രികളിൽ നേരിയ തണുപ്പ് അരിച്ചു തുടങ്ങിയിരുന്നു. പദ്ധതിയുടെ അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി. ഓരോരുത്തർക്കും അവരവരുടെ റോളുകൾ കൃത്യമായി അറിയാമായിരുന്നു. എവിടെ നിൽക്കണം, എന്തു ചെയ്യണം, എപ്പോൾ പിൻവാങ്ങണം എന്നെല്ലാം അവർ മനഃപ്പാഠമാക്കിയിരുന്നു. ഇനി വേണ്ടത് ശരിയായ ദിവസത്തിനായി കാത്തിരിക്കുക എന്നതു മാത്രം. ബാങ്ക് ഹോളിഡേ കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ ട്രെയിനിൽ സാധാരണയിലും കൂടുതൽ പണമുണ്ടാകുമെന്ന് അവർക്ക് വിവരം ലഭിച്ചു. അങ്ങനെയാണ് ഓഗസ്റ്റ് 7 നിന്ന് 8 കടക്കുന്ന ആ വ്യാഴാഴ്ച രാത്രി അവർ തെരഞ്ഞെടുത്തത്. ആ രാത്രി ഇംഗ്ലണ്ടിന്റെ ചരിത്രം മാറിമറിയാൻ പോകുകയായിരുന്നു. ഒരു കൂട്ടം സാധാരണക്കാർ അസാധാരണമായ ഒരു കൃത്യം നിർവഹിക്കാൻ തയ്യാറെടുത്ത് തങ്ങളുടെ നിഴലുകൾ പോലെ നിശബ്ദരായി ആ രാത്രിയുടെ ഇരുട്ടിലേക്ക് മെല്ലെ ഇറങ്ങി. 1963 ഓഗസ്റ്റ് 8 പുലർച്ചെ. സമയമേതാണ്ട് 3 മണിയോടടുക്കുന്നു. ബക്കിംഗ്ഹാംഷെയറിലെ ഗ്രാമപ്രദേശങ്ങൾ ഗാഠനിദ്രയിലായിരുന്നു. ഇടയ്ക്കിടെ വീശുന്ന കാറ്റിൽ മരച്ചില്ലകൾ മെല്ലെ ഉലയുന്ന ശബ്ദം മാത്രം. എന്നാൽ ബ്രിഡ്ഗോ റെയിൽവേ പാലത്തിനരികെ ആ നിശബ്ദതയ്ക്ക് ഒരു ഭാരമുണ്ടായിരുന്നു. അവിടെ 15ഓളം നിഴലുകൾ, ഓരോരുത്തരും തങ്ങളുടെ സ്ഥാനങ്ങളിൽ കാത്തുനിൽക്കുകയായിരുന്നു. അവരുടെ ഹൃദയമിടിപ്പുകൾ പോലും പുറത്തു ചേൽക്കുമോ എന്നവർ ഭയന്നു. ബ്രൂസ് റെയ്നോൾഡ്സ് ഒരു മരത്തിന്റെ മറവിൽ നിന്ന് ട്രാക്കിലേക്ക് നോക്കി. അയാളുടെ മുഖത്ത് ഭാവവ്യത്യാസങ്ങളൊന്നുമുണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. ഇനി ആ യാത്രക്കാരൻ വരണം, റോയൽ മെയിൽ ട്രെയിൻ. അതേസമയം ഗ്ലാസ്ഗോ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് വൈകുന്നേരം 6:50 പുറപ്പെട്ട ആ ട്രെയിൻ ലണ്ടൻ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലെ ഡ്രൈവർ 57 വയസ്സുകാരനായ ജാക്ക് മിൽഷ്. തന്റെ പതിവ് ജോലികളിൽ ഒന്നായിരുന്നു അത്. സഹഡ്രൈവറായ ഡേവിഡ് വിഡ്ബിയും കൂടെയുണ്ട്. അവർക്കിടയിൽ സാധാരണ സംഭാഷണങ്ങൾ നടന്നിരിക്കാം. വീട്ടിലെ കാര്യങ്ങൾ, അടുത്ത അവധിക്കാലത്തെ പദ്ധതികൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. തങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് വെറുമൊരു ട്രെയിനല്ലെന്നും ചരിത്രത്തിലേക്ക് ഓടിക്കയറാൻ പോകുന്ന ഒരു വാഹനമാണെന്നും അവർ അറിഞ്ഞിരുന്നില്ല. ട്രെയിനിന്റെ 2ാമത്തെ കോച്ചിൽ, അതായത് HVP കോച്ചിൽ 5 പോസ്റ്റൽ ജീവനക്കാർ തങ്ങളുടെ ജോലിയിൽ മുഴുകിയിരുന്നു. തപാലുകൾ തരംതിരിക്കുന്ന തിരക്കിലായിരുന്നു അവർ. പുറത്തെ ലോകവുമായി അവർക്ക് ഒരു ബന്ധവുമില്ലായിരുന്നു. വാതിലുകളും ജനലുകളും സുരക്ഷിതമായി അടച്ചിരുന്നു. അവർക്കിടയിൽ ചിരികളും തമാശകളും ഉണ്ടായിരുന്നിരിക്കാം. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ലണ്ടനിലെ യൂസ്റ്റൺ സ്റ്റേഷനിൽ എത്തുമെന്നും ഈ രാത്രിയിലെ ജോലി തീരുമെന്നും അവർ കരുതി. ആ കോച്ചിൽ 128 ക്യാൻവാസ് ബാഗുകളിലായി കോടിക്കണക്കിന് പൗണ്ട് അടുക്കിവച്ചിരിക്കുന്നത് അവർ കണ്ടിരുന്നു. പക്ഷെ അതൊരു പതിവ് കാഴ്ചയായതുകൊണ്ട് അതിലവർക്കൊരു കൗതുകവും തോന്നിയിരുന്നില്ല. പുലർച്ചെ 3:03 ബ്രിഡ്ഗോ പാലത്തിന് തൊട്ടുമുൻപുള്ള സിയർ ക്രോസിംഗിലെ സിഗ്നൽ പോസ്റ്റിൽ പെട്ടെന്ന് ചുവന്ന ലൈറ്റ് തെളിഞ്ഞു. ദൂരെ നിന്നത് കണ്ട ജാക്ക് മിൽസ് പതിയെ ട്രെയിനിന്റെ വേഗത കുറച്ചു. ഒരു അസ്വാഭാവികതയും അയാൾക്ക് തോന്നിയില്ല. ചിലപ്പോൾ മുന്നിലെ ട്രാക്കിൽ എന്തെങ്കിലും തടസ്സമുണ്ടാകാം, അല്ലെങ്കിൽ സിഗ്നൽ സംവിധാനത്തിലെ തകരാറാകാം. ട്രെയിൻ ഒരു വലിയ ശബ്ദത്തോടെ നിശ്ചലമായി. എഞ്ചിന്റെ മുരർച്ചയൊഴിച്ചാൽ എങ്ങും നിശബ്ദത. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം, ജാക്ക് മിൽസ് വിഡ്ബിയോട് പറഞ്ഞു. അയാൾ എഞ്ചിനിൽ നിന്ന് ഇറങ്ങി ട്രാക്കിന് സമീപത്തുള്ള സിഗ്നൽ ഫോണിലേക്ക് നടന്നു.
അടുത്തുള്ള കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കാനായിരുന്നു. എന്നാൽ ഫോൺ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. ആരോ അതിന്റെ വയറുകൾ മുറിച്ചു മാറ്റിയിരുന്നു. ജാക്ക് മിൽസിന്റെ മനസ്സിൽ ഒരു ചെറിയ സംശയം ഉടലെടുത്തു. അയാൾ തിരികെ ട്രെയിനിനടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇരുട്ടിൽ നിന്ന് ആ രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. മുഖം മൂടി ധരിച്ച കുറേ ആളുകൾ. അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ നിൽപ്പ് തന്നെ ഭയപ്പെടുത്തുന്നതായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചുപോയ ജാക്ക് മിൽസിനെ അവർ വലഞ്ഞു. ഒച്ചവയ്ക്കരുത്, ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി, ആരോ പരുക്കൻ സ്വരത്തിൽ പറഞ്ഞു. എന്നാൽ ജാക്ക് മിൽസ് ചെറുത്തുനിൽക്കാൻ ശ്രമിച്ചു. അതൊരു മോഷണശ്രമമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞിരുന്നു. ആ ചെറുത്തുനിൽപ്പ് സംഘത്തിലെ ഒരാളെ പ്രകോപിപ്പിച്ചു. ഒരു ഇരുമ്പുദണ്ടുപയോഗിച്ച് അയാൾ ജാക്ക് മിൽസിന്റെ തലക്കടിച്ചു. അതവരുടെ പദ്ധതിയുടെ ഭാഗമായിരുന്നില്ല. റെയ്നോൾഡ്സിന്റെ കർശന നിർദ്ദേശം ആരെയും ഉപദ്രവിക്കരുത് എന്നായിരുന്നു. പക്ഷേ ആ നിമിഷത്തിലെ പരിഭ്രാന്തിയിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി. തലപൊട്ടി രക്തം വാർന്നൊഴുകി ജാക്ക് മിൽസ് താഴെ വീണു. സഹഡ്രൈവറായ വിഡ്ബി എഞ്ചിന്റെ ക്യാബിനിൽ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഭയന്നു വിറച്ച അയാളെയും അവർ പിടിച്ചുകൂട്ടി. സംഘാംഗങ്ങൾ എഞ്ചിൻ ക്യാബിനിലേക്ക് ഇരച്ചു കയറി. ഇപ്പോൾ ട്രെയിൻ അവരുടെ നിയന്ത്രണത്തിലാണ്. പക്ഷേ അവർക്കൊരു പുതിയ പ്രശ്നമുണ്ടായി. പരിക്കേറ്റ ജാക്ക് മിൽസിനെക്കൊണ്ട് ട്രെയിൻ ഓടിക്കാൻ സാധിക്കില്ല. അവർ പദ്ധതിയിട്ട പ്രകാരം ട്രെയിൻ ഇവിടെ നിന്ന് ഏകദേശം 1 മൈൽ മുന്നോട്ട് കൊണ്ടുപോയി ബ്രിഡ്ഗോ പാലത്തിൽ നിർത്തണമായിരുന്നു. അവിടെയാണ് പണം മാറ്റാനുള്ള ലോറികൾ കാത്തുനിൽക്കുന്നത്. ഇവിടെയാണ് റോണി ബിഗ്സിന്റെ പ്രാധാന്യം വരുന്നത്. അയാൾ കൂടെ കൊണ്ടുവന്ന വിരമിച്ച ട്രെയിൻ ഡ്രൈവറെ, അയാളുടെ പേര് ചരിത്രത്തിൽ പലപ്പോഴും ഒരു രഹസ്യമാണ്, അവർ എഞ്ചിനിലേക്ക് കൊണ്ടുവന്നു. ഇതോടിച്ചു പാലത്തിനടുത്തെത്തിക്കണം. അയാൾ എഞ്ചിൻ കൺട്രോളുകൾക്ക് മുന്നിൽ നിന്നു. പക്ഷേ ആധുനികമായ ആ ഡീസൽ എഞ്ചിന്റെ നിയന്ത്രണങ്ങൾ അയാൾക്ക് പരിചയമില്ലായിരുന്നു. അയാൾ ഓടിച്ചിരുന്നത് പഴയതരം ആവി എഞ്ചിനുകളായിരുന്നു. അയാൾ പലതവണ ശ്രമിച്ചു നോക്കി. പക്ഷെ ട്രെയിൻ 1 ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങിയില്ല. സമയം അതിവേഗം പോയിക്കൊണ്ടിരുന്നു. ഓരോ നിമിഷവും വിലപ്പെട്ടതായിരുന്നു. പോലീസ് എത്താൻ അധിക സമയം വേണ്ട. സംഘാംഗങ്ങൾക്കിടയിൽ അക്ഷമ പടർന്നു തുടങ്ങി. റെയ്നോൾഡ്സും ഗൂഡിയും പരസ്പരം നോക്കി. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പിഴവ് സംഭവിച്ചിരിക്കുന്നു. അപ്പോഴാണ് അവർ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ട്രെയിനിന് 12ഓളം കോച്ചുകളുണ്ട്. ഇത്രയും ഭാരം വലിച്ചുകൊണ്ടുപോകുന്നതുകൊണ്ടാകാം ഒരുപക്ഷേ ട്രെയിൻ നീങ്ങാത്തത്. അവർക്ക് വേണ്ടത് എഞ്ചിനും അതിനോട് ചേർന്നുള്ള HVP കോച്ചും മാത്രമാണ്. ബാക്കിയുള്ള കോച്ചുകളെ വേർപെടുത്താൻ അവർ തീരുമാനിച്ചു. സംഘത്തിലെ ചിലർ ട്രാക്കിലിറങ്ങി. 2ാമത്തെ കോച്ചിനും 3ാമത്തെ കോച്ചിനുമിടയിലുള്ള കപ്ലിംഗ് വേർപെടുത്താൻ ശ്രമം തുടങ്ങി. ഇരുട്ടത്ത് കൈയിലെ ചെറിയ ടോർച്ചിന്റെ വെളിച്ചത്തിൽ അതൊരു ദുഷ്കരമായ ജോലിയായിരുന്നു. അതേസമയം HVP കോച്ചിന്റെ ഉള്ളിലുള്ള പോസ്റ്റൽ ജീവനക്കാർക്ക് എന്താണ് പുറത്തു നടക്കുന്നതെന്ന് ഒരു രൂപവുമുണ്ടായിരുന്നില്ല. ട്രെയിൻ നിന്നതും എന്തോ ചില ശബ്ദങ്ങൾ കേട്ടതും അവർ അറിഞ്ഞു. പക്ഷേ അതൊരു സാങ്കേതിക തകരാറായിരിക്കുമെന്നാണ് അവർ കരുതിയത്. അവർ തങ്ങളുടെ ജോലി തുടർന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കൊള്ളസംഘം കോച്ചുകൾ വേർപെടുത്തുന്നതിൽ വിജയിച്ചു. ഇപ്പോൾ എഞ്ചിനും അതിനോട് ചേർന്നുള്ള HVP കോച്ചും മാത്രം. ഭാരം കുറഞ്ഞപ്പോൾ പരിക്കേറ്റ ജാക്ക് മിൽസിനെ ഭീഷണിപ്പെടുത്തി അവർ തന്നെ വീണ്ടും ഡ്രൈവർ സീറ്റിലിരുത്തി. വേദന കൊണ്ട് പൊളയുകയായിരുന്നെങ്കിലും അയാൾക്ക് വേറെ വഴിയില്ലായിരുന്നു. അയാൾ മെല്ലെ ട്രെയിൻ മുന്നോട്ടെടുത്തു. ഏകദേശം 1 മൈൽ ദൂരം സഞ്ചരിച്ച് ട്രെയിൻ ബ്രിഡ്ജിഗോ പാലത്തിനു മുകളിൽ കൃത്യമായി നിർത്തി. പാലത്തിന് താഴെ റോഡിൽ 2 ലാൻഡ് റോവറുകളും ഒരു ഓസ്റ്റിൻ ലോറിയും എഞ്ചിൻ ഓഫ് ചെയ്ത് കാത്തുകിടപ്പുണ്ടായിരുന്നു. അവയുടെ ഹെഡ്ലൈറ്റുകൾ അണച്ചിരുന്നു. പാലത്തിനു മുകളിൽ നിന്ന് താഴേക്ക് പണച്ചാക്കുകൾ എറിഞ്ഞുകൊടുക്കാനായിരുന്നു പദ്ധതി. ഇനി അടുത്ത ഘട്ടം HVP കോച്ചിന്റെ ഉള്ളിൽ കടക്കുക. അവർ വാതിലിൽ ശക്തിയായി ഇടിച്ചു. വാതിൽ തുറക്ക്, പോലീസ്, അവർ അകത്തേക്ക് വിളിച്ചു പറഞ്ഞു. പക്ഷെ ഉള്ളിലുള്ള ജീവനക്കാർ ഭയന്നുപോയിരുന്നു. അവർ വാതിൽ തുറക്കാൻ കൂട്ടാക്കിയില്ല. കൊള്ളക്കാർ ഒരു മഴു ഉപയോഗിച്ച് വാതിൽ വെട്ടിപ്പൊളിക്കാൻ ശ്രമിച്ചു. മരച്ചില്ലകൾക്കിടയിലൂടെ ആ ശബ്ദം രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചു. ഒടുവിൽ അവർ കോച്ചിന്റെ ജനൽച്ചില്ല് തകർത്ത് അകത്തുകടന്നു. മുഖം മൂടി ധരിച്ച ആയുധധാരികളായ അവരുടെ കയ്യിലുണ്ടായിരുന്നത് യഥാർത്ഥമായുധങ്ങളായിരുന്നില്ല. ആളുകളെ കണ്ട പോസ്റ്റൽ ജീവനക്കാർ ഭയന്ന് ഒരു മൂലരിലേക്കൊതുങ്ങി. ആരും അനങ്ങരുത്, തറയിൽ കമിഴ്തു കിടക്കുക, സംഘത്തലവൻ ആജ്ഞാപിച്ചു. പിന്നെ എല്ലാം വളരെ വേഗത്തിലായിരുന്നു. ഒരു മനുഷ്യശൃംഖല രൂപീകരിച്ച്
അവർ 128 ചാക്കുകളിൽ 120 കോച്ചിൽ നിന്ന് പുറത്തെത്തിച്ചു. ഓരോ ചാക്കിനും വലിയ ഭാരമുണ്ടായിരുന്നു. അവർ അത് പാലത്തിന്റെ കൈവരികൾക്ക് മുകളിലൂടെ താഴെ കാത്തുനിന്ന ലോറിയിലേക്ക് എറിഞ്ഞുകൊടുത്തു. ആ ഇരുട്ടിൽ ആകാശത്തുനിന്ന് പണം വർഷിക്കുന്നത് പോലെയായിരുന്നു ആ കാഴ്ച. ഏകദേശം 15 മിനിറ്റ് കൊണ്ട് അവർ തങ്ങളുടെ ജോലി പൂർത്തിയാക്കി. അവരെടുത്ത 120 ചാക്കുകളിലായി ഏകദേശം 2.6 മില്യൺ പൗണ്ട് ഉണ്ടായിരുന്നു. ഇന്നത്തെ കണക്കനുസരിച്ച് അത് 50 മില്യൺ പൗണ്ടിലധികം വരും. അവർ 8 ചാക്കുകൾ അവിടെ ഉപേക്ഷിച്ചു. അതിൽ സാധാരണ തപാലുകളായിരുന്നു. പണം മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ജോലി കഴിഞ്ഞതും അവർ വന്നതുപോലെ തന്നെ വേഗത്തിൽ അപ്രത്യക്ഷമായി. ട്രെയിൻ ജീവനക്കാരോടും പോസ്റ്റൽ ജീവനക്കാരോടും അരമണിക്കൂർ നേരത്തേക്ക് അനങ്ങരുതെന്ന് താക്കീത് നൽകി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പണം നിറച്ച വാഹനങ്ങൾ അവിടെ നിന്ന് ലെതർസ്ലേഡ് ഫാമിലേക്ക് കുതിച്ചു. ബ്രിഡ്ജ് ഗോപാലത്തിൽ തകർക്കപ്പെട്ട ഒരു കോച്ചും ഭയന്നുവിറച്ച കുറേ മനുഷ്യരും ഒരു വലിയ കവർച്ചയുടെ ഓർമ്മകളും മാത്രം ബാക്കിയായി. സൂര്യൻ ഉദിച്ചു തുടങ്ങുമ്പോൾ ബ്രിട്ടൻ ഉണരാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ കൊള്ളയുടെ വാർത്ത കേട്ടുകൊണ്ടായിരിക്കും. ലോകമുണർന്നു തുടങ്ങുന്നതിനു മുമ്പേ ലെതർസ്ലേഡ് ഫാമിലേക്ക് ആ വാഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി എത്തിച്ചേർന്നു. ചുറ്റും കനത്ത ഇരുട്ടും നിശബ്ദതയും. മരങ്ങൾക്കിടയിലൂടെയുള്ള ആ പഴയ മൺപാതയിൽ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ അണച്ചുകൊണ്ട് അവർ അവസാനത്തെ വളവും തിരിഞ്ഞു. ഫാം ഹൗസിന്റെ മങ്ങിയ വെളിച്ചം ഒരു ദൂരക്കാഴ്ചയിൽ ഒരു പ്രതീക്ഷ പോലെ അവരെ സ്വാഗതം ചെയ്തു. വാഹനങ്ങൾ നിന്നതും ഒരു നിമിഷത്തേക്ക് ആർക്കും ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞില്ല. അവർ ശ്വാസമടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. വിജയിച്ചോ അതോ ഇനി എന്തെങ്കിലും അപകടം പതിയിരിക്കുന്നുണ്ടോ? ബ്രൂസ് റെയ്നോൾഡ്സാണ് ആദ്യം പുറത്തിറങ്ങിയത്. അയാൾ ചുറ്റും കണ്ണോടിച്ചു. സുരക്ഷിതമാണ്. വേഗം എല്ലാം അകത്തേക്ക് മാറ്റൂ. അയാളുടെ ശാന്തമായ സ്വരം ആ നിശബ്ദതയിൽ മുഴങ്ങി. പിന്നെ ഒരു കൂട്ടയോട്ടമായിരുന്നു. ലോറിയിൽ നിന്നും ലാൻഡ് റോവറുകളിൽ നിന്നും അവർ പണച്ചാക്കുകൾ ചുമന്ന് ഫാം ഹൗസിന്റെ അകത്തേക്ക് കൊണ്ടുപോയി. ഓരോ ചാക്കിനും അസാമാന്യമായ ഭാരമുണ്ടായിരുന്നു. അവരുടെ ശരീരമാസകലം വിയർപ്പിൽ കുളിച്ചു. നെഞ്ചുകൂട് അതിവേഗം ഇടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ക്ഷീണമെല്ലാം ഒരു വലിയ ആവേശത്തിന് വഴിമാറി. അവസാനത്തെ ചാക്കും അകത്തെത്തിച്ച് അവർ ആ വലിയ മരവാതിൽ അടച്ചു. പുറം ലോകവുമായുള്ള ബന്ധം ആ നിമിഷം അവർ വിച്ഛേദിച്ചു. ഹാളിലെ മേശകൾക്ക് ചുറ്റും അവർ ആ ചാക്കുകൾ കൂട്ടിയിട്ടു. ഒരു നിമിഷം എല്ലാവരും അതിലേക്ക് നോക്കി നിന്നു. 15 പേർ, ലണ്ടനിലെ സാധാരണ തെരുവുകളിൽ ജീവിച്ചവർ. ഇപ്പോൾ അവരുടെ മുന്നിൽ ഒരു രാജ്യത്തിന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം കിടക്കുന്നു. ഗോർഡൻ കൂടി ഒരു ചാക്കിന്റെ കെട്ടഴിച്ച് അത് നിലത്തേക്ക് കമിഴ്ത്തി. നോട്ടുകളുടെ ഒരു മല തന്നെ അവിടെ രൂപംപ്പെട്ടു. 1, 5, 10 പൗണ്ടിന്റെ പഴയ നോട്ടുകൾ. ആ കാഴ്ച അവരെ ഒരു ലഹരിയിലാഴ്ത്തി. ചിലർ ആർത്തു വിളിച്ചു. ചിലർ പരസ്പരം കെട്ടിപ്പിടിച്ചു. റോണി ബിക്സ് ഒരു കുട്ടിയെപ്പോലെ ആ പണക്കൂമ്പാരത്തിലേക്ക് ചാടിമറിഞ്ഞു. അതൊരു വിജയമായിരുന്നു. അവർ സങ്കൽപ്പിച്ചതിലും വലിയ വിജയം. ബ്രൂസ് റെയ്നോൾഡ്സ് ഒരു മൂലയിൽ മാറി നിന്നതെല്ലാം നോക്കിക്കണ്ടു. അയാളുടെ മുഖത്ത് ഒരു നേരിയ പുഞ്ചിരിയുണ്ടായിരുന്നു. താൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. അവർ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ആഘോഷിക്കാം, ആരോ വിളിച്ചു പറഞ്ഞു. അവർ കരുതിവച്ചിരുന്ന വീഞ്ഞും ബിയറും പുറത്തെടുത്തു. ആ പഴയ ഫാം ഹൗസിന്റെ ചുമരുകൾക്കുള്ളിൽ അവരുടെ ചിരിയും സംസാരവും നിറഞ്ഞു. അവർ തങ്ങളുടെ വീരകൃത്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിച്ചു. ട്രെയിൻ നിർത്തിയതും ഡ്രൈവറെ കീഴടക്കിയതും പണം മാറ്റിയതുമെല്ലാം അവർ ഓരോരുത്തരും അവരവരുടെ വീക്ഷണകോണിൽ നിന്ന് വിവരിച്ചു. ഓരോ വിവരണത്തിലും സാഹസികതയുടെ നിറം കലർന്നു. എന്നാൽ ആ ആഘോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ബ്രൂസ് റെയ്നോൾഡ്സ് ഒരു ഗ്ലാസ് നിലത്തടിച്ചുടച്ചു. എല്ലാവരും നിശബ്ദരായി. ആഘോഷം മതി, ഇനി നമുക്ക് ജോലിയുണ്ട്, അയാൾ ഗൗരവത്തോടെ പറഞ്ഞു. ഈ പണം മുഴുവൻ നമ്മൾ എണ്ണി തീർത്തപ്പെടുത്തണം. ഓരോരുത്തർക്കും തുല്യമായി വീതിക്കണം. അതിനുശേഷം മാത്രമേ നമുക്കിവിടെ നിന്ന് പോകാൻ കഴിയുള്ളൂ. അപ്പോഴാണ് അവർ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. അവരുടെ മുന്നിലുള്ളത് വെറുമൊരു പണക്കൂമ്പാരമല്ല, മറിച്ച് വലിയൊരു തലവേദനയാണ്. 2.6 മില്യൺ പൗണ്ട് ചെറിയ നോട്ടുകളായി. അതെണ്ണിത്തീർക്കുക എന്നത് ദിവസങ്ങൾ നീണ്ടുനിൽക്കുന്ന ഒരു ജോലിയാണ്. അവർ മേശകൾക്ക് ചുറ്റുമിരുന്ന് പണം എണ്ണാൻ തുടങ്ങി. ആദ്യം ആവേശത്തോടെയായിരുന്നു തുടങ്ങിയതെങ്കിലും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ ജോലി മടുപ്പിക്കുന്നതായി മാറി. നോട്ടുകളുടെ ഗന്ധം ആ മുറിയിൽ തങ്ങിനിന്നു. കൈകൾ എണ്ണമയമുള്ള നോട്ടുകൾ എണ്ണി കറുത്തു. ഫാം ഹൗസിലെ ജീവിതം ഒരു പുതിയ അധ്യായത്തിലേക്ക് കടന്നു. പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ അവർ ആ കെട്ടിടത്തിനുള്ളിൽ തടവുകാരെപ്പോലെയായി. ജനലുകളെല്ലാം കറുത്ത തുണികൊണ്ട് മറച്ചിരുന്നു. പകലും രാത്രിയും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. പുറത്തിറങ്ങാൻ ആർക്കും അനുവാദമുണ്ടായിരുന്നില്ല. പോലീസിന്റെ വിമാനങ്ങൾ മുകളിലൂടെ പറക്കുന്നുണ്ടാകാമെന്ന ഭയം അവരെ വേട്ടയാടുകയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോകുന്തോറും സംഘമംഗങ്ങൾക്കിടയിൽ അസ്വസ്ഥതകൾ പടർന്നു തുടങ്ങി. ചിലർ നിശബ്ദരായി തങ്ങളുടെ ജോലി തുടർന്നു.
മറ്റു ചിലർ എന്തിനും ദേഷ്യപ്പെടുന്നവരായി മാറി. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും തർക്കങ്ങളുണ്ടായി. ആ ചെറിയ ലോകത്ത് ചെറിയ പ്രശ്നങ്ങൾ പോലും വലുതായി തോന്നി. റെയ്നോൾഡ്സും ചാർലി വിൽസണും ചേർന്നാണ് അച്ചടക്കം നിലനിർത്തിയത്. അവരുടെ കർശനമായ നിലപാടുകളില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ സംഘം അവിടെ വെച്ച് തന്നെ തകർന്നടിയുമായിരുന്നു. ഒരു ദിവസം രാവിലെ സംഘത്തിൽ ഒരാൾ രഹസ്യമായി പുറത്തുപോയി ഒരു പത്രം വാങ്ങിക്കൊണ്ടുവന്നു. 1-ാം പേജിൽ വലിയ തലക്കെട്ട്, ദി ഗ്രേറ്റ് ട്രെയിൻ റോബറി. അതിനു താഴെ അവരുടെ വീരകൃത്യത്തിന്റെ വിശദമായ വിവരണങ്ങൾ. പോലീസ് രാജ്യവ്യാപകമായി തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. സ്കോട്ട്ലൻഡ് യാർഡിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരുടെ ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചിരിക്കുന്നു. ട്രെയിൻ ഡ്രൈവർക്ക് പരിക്കേറ്റ വിവരവും പത്രത്തിലുണ്ടായിരുന്നു. അത് രാഡിതബോൺ പലരുടെയും മുഖം വിളറി. ആരെയും ഉപദ്രവിക്കരുത് എന്നതായിരുന്നു അവരുടെ പ്രധാന നിയമം. അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. റേഡിയോയിൽ ഓരോ മണിക്കൂറും വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. ബ്രിട്ടനിലെ ജനങ്ങൾ ആ കവർച്ചക്കാരെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ചിലർ അവരെ ക്രൂരന്മാരായ കുറ്റവാളികളായി കണ്ടു. എന്നാൽ മറ്റു ചിലർക്ക്, പ്രത്യേകിച്ചും സാധാരണക്കാർക്ക്, അവരൊരുതരം വീരപുരുഷന്മാരായിരുന്നു. ഭരണകൂടത്തെയും പോലീസിനെയും കബളിപ്പിച്ചു കോടികൾ കൊള്ളയടിച്ച മിടുക്കന്മാർ. അവർക്ക് ആരാധകരുണ്ടാകാൻ തുടങ്ങി. പക്ഷെ ഫാം ഹൗസിനുള്ളിലിരുന്ന് അവർക്കതൊന്നും ആശ്വാസം നൽകിയില്ല. തങ്ങളെ തേടി നിയമത്തിന്റെ കൈകൾ അടുത്തുവരുന്നു എന്ന തോന്നൽ അവരെ കൂടുതൽ ഭയപ്പെടുത്തി. ഈ സമ്മർദ്ദത്തിനിടയിലാണ് അവർ ആ വലിയ തെറ്റുകൾ വരുത്തിയത്. പണം എണ്ണിത്തീർന്നപ്പോൾ കുറച്ചുപേർ ആ പണം കൊണ്ട് മോണോപ്പൊളി കളിക്കാൻ തുടങ്ങി. ബോർഡിലെ കളിനോട്ടുകൾക്ക് പകരം യഥാർത്ഥ പൗണ്ട് നോട്ടുകൾ. ആവേശത്തിനിടയിൽ അവരുടെ വിരലടയാളങ്ങൾ ആ മോണോപ്പൊളി ബോർഡിലും കളിപ്പാട്ടങ്ങളിലും കെച്ചപ്പിന്റെ കുപ്പിയിലുമെല്ലാം പതിഞ്ഞു. അവർ ഉപയോഗിച്ച പാത്രങ്ങൾ, സിഗരറ്റ് കുറ്റികൾ, ബിയർ കുപ്പികൾ, എല്ലായിടത്തും അവർ തങ്ങളുടെ സാന്നിധ്യത്തിന്റെ തെളിവുകൾ അവശേഷിപ്പിച്ചു. പദ്ധതി തയ്യാറാക്കുമ്പോഴുണ്ടായിരുന്ന സൂക്ഷ്മതയും കൃത്യതയും അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. യഥാർത്ഥത്തിൽ കവർച്ച കഴിഞ്ഞ് 1-2 ആഴ്ച അവിടെ തങ്ങാനായിരുന്നു അവരുടെ പദ്ധതി. പോലീസിന്റെ ആദ്യത്തെ അന്വേഷണങ്ങളെല്ലാം ഒതുങ്ങിയതിനു ശേഷം സുരക്ഷിതമായി ഓരോരുത്തർക്കും അവരവരുടെ വഴിയെ പോകാമെന്നവർ കണക്കുകൂട്ടി. എന്നാൽ മാധ്യമങ്ങളുടെയും പോലീസിന്റെയും ഭാഗത്തുനിന്നുള്ള സമ്മർദ്ദം അത്രയ്ക്ക് വലുതായിരുന്നു. ഫാം ഹൗസിന് ചുറ്റുമുള്ള തിരച്ചിൽ ശക്തമാകുന്നുണ്ടെന്നവർക്ക് വിവരം ലഭിച്ചു. ഇനിയും അവിടെ തങ്ങുന്നത് ആത്മഹത്യാപരമാണെന്ന് റെയ്നോൾഡ്സിന് മനസ്സിലായി. നമ്മൾ ഇന്ന് രാത്രി തന്നെ ഇവിടം വിടണം, അയാൾ പ്രഖ്യാപിച്ചു. അതൊരു ഞെട്ടിക്കുന്ന തീരുമാനമായിരുന്നു. പണം മുഴുവൻ വീതിച്ചു കഴിഞ്ഞിരുന്നില്ല. പലരും അതിനെ എതിർത്തു. ഇത്ര തിടുക്കത്തിൽ പോയാൽ നമ്മൾ പിടിക്കപ്പെടും, ഒരാൾ പറഞ്ഞു. ഇവിടെ നിന്നാലാണ് പിടിക്കപ്പെടുക, റെയ്നോൾഡ്സ് തറപ്പിച്ചു പറഞ്ഞു. അവസാനം അയാളുടെ തീരുമാനം എല്ലാവരും അംഗീകരിച്ചു. കിട്ടിയ പണം ഓരോരുത്തരും തങ്ങളുടെ ബാഗുകളിലാക്കി. 1.5 ലക്ഷം പൗണ്ട് വീതം ഓരോരുത്തർക്കും ലഭിച്ചു. ബാക്കി പണം പിന്നീട് വീതിക്കാമെന്നവർ തീരുമാനിച്ചു. അവരുടെ അവസാനത്തെയും ഏറ്റവും വലിയ പിഴവ് അതായിരുന്നു. ഫാം ഹൗസ് വൃത്തിയാക്കാൻ അവർ ഒരാളെ ഏർപ്പാടാക്കി. സംഘത്തിന് പുറത്തുനിന്നുള്ള ഒരാളെ. അയാൾ വന്ന് വിരലടയാളങ്ങളെല്ലാം മായ്ച്ചു കളയുമെന്നായിരുന്നു കരാർ. എന്നാൽ പോലീസിനെ പേടിച്ച് അയാൾ ആ ജോലി പൂർത്തിയാക്കാതെ സ്ഥലം വിട്ടു. ആ രാത്രി കൊള്ളസംഘം പനസംഘങ്ങളായി തിരിഞ്ഞ് ലെതർസ്ലേഡ് ഫാമിൽ നിന്ന് രക്ഷപ്പെട്ടു. ഓരോരുത്തരും തങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളുമായി ഇരുട്ടിലേക്ക് മറഞ്ഞു. അവർക്ക് പിന്നിൽ ആ പഴയ ഫാം ഹൗസ് നിശബ്ദമായി നിന്നു. അതിന്റെ പൊടിപിടിച്ച മുറികളിൽ മോണോപ്പൊളി ബോർഡിലും കെച്ചപ്പിന്റെ കുപ്പിയിലും ഉപേക്ഷിക്കപ്പെട്ട ഒരു കാപ്പി കോപ്പയിലുമെല്ലാം തങ്ങളെ ലോകത്തിനു മുന്നിൽ ഒറ്റിക്കൊടുക്കാനുള്ള തെളിവുകൾ ബാക്കിവെച്ചുകൊണ്ട്. ആ തെളിവുകളായിരുന്നു സ്കോട്ട്ലൻഡ് യാർഡിന് അവർക്ക് നേരെ തുറക്കാനുണ്ടായിരുന്ന ആദ്യത്തെ വാതിൽ. വേട്ടയുടെ യഥാർത്ഥ തുടക്കം അവിടെ നിന്നായിരുന്നു. ലെതർസ്ലേഡ് ഫാമിൽ നിന്ന് അവസാനത്തെ ആളും പോയിക്കഴിഞ്ഞപ്പോൾ ആ പഴയ കെട്ടിടം വീണ്ടും അതിന്റെ ഏകാന്തതയിലേക്ക് മടങ്ങി. എന്നാൽ ആ നിശബ്ദത അധികനാൾ നീണ്ടുനിന്നില്ല. 5 ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 13-ന് ആ പ്രദേശത്തെ ഒരു കർഷകൻ തന്റെ പശുക്കളെ മേയിക്കുന്നതിനിടയിൽ ആ ഫാം ഹൗസ് ശ്രദ്ധിച്ചു. സാധാരണയായി വിജനമായി കിടക്കുന്ന ആ കെട്ടിടത്തിനു ചുറ്റും ഒരു അസ്വാഭാവികമായ അനക്കമുള്ളതുപോലെ അയാൾക്ക് തോന്നി. ജനലുകൾ കറുത്ത തുണികൊണ്ട് മറച്ചിരിക്കുന്നു. മുറ്റത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ചില സാധനങ്ങൾ. എന്തോ ഒരു പന്തികേട് അയാൾക്ക് മണത്തു. രാജ്യമാകെ ട്രെയിൻ കൊള്ളയെക്കുറിച്ച് സംസാരിക്കുന്ന സമയമാണ്. ഒരു സാധാരണ പൗരന്റെ ജാഗ്രതയോടെ അയാൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. ആ ഫോൺ കോളായിരുന്നു സ്കോട്ട്ലൻഡ് യാർഡിന് കിട്ടിയ ആദ്യത്തെ യഥാർത്ഥ തുമ്പ്. അതുവരെ അവർ ഇരുട്ടിൽ തപ്പുകയായിരുന്നു. 100 കണക്കിന് പോലീസുകാർ രാജ്യത്തുടനീളം അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും കൊള്ളക്കാരെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. അവർ എങ്ങോട്ടു പോയി, ആരായിരുന്നു അവർ എന്നതിനെക്കുറിച്ച് ഒരു ഊഹം പോലുമില്ലായിരുന്നു. വിവരമറിഞ്ഞ് പോലീസ് ലെതർസ്ലേഡ് ഫാമിലേക്ക് പാഞ്ഞെത്തി. ആദ്യ കാഴ്ചയിൽ തന്നെ അവർക്ക് മനസ്സിലായി തങ്ങൾ എത്തിയിരിക്കുന്നത് ശരിയായ സ്ഥലത്താണെന്ന്. ആ ഫാം ഹൗസിന്റെ ഓരോ കോണിലും കൊള്ളക്കാർ തങ്ങളുടെ സാന്നിധ്യമറിയിക്കുന്ന തെളിവുകൾ അവശേഷിപ്പിച്ചിരുന്നു. പാതി കഴിച്ച ഭക്ഷണസാധനങ്ങൾ, ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ, മുറികളുടെ മൂലയിൽ കൂട്ടിയിട്ട സിഗരറ്റ് കുറ്റികൾ, എല്ലാം സൂചിപ്പിച്ചതൊന്നു മാത്രം: ഒരു വലിയ സംഘം ആളുകൾ തിടുക്കത്തിൽ ഇവിടം വിട്ടുപോയിരിക്കുന്നു. അകത്തെ മുറികളിലൊന്നിൽ മേശപ്പുറത്ത് ചിതറിക്കിടന്ന കുറെ നോട്ടുകെട്ടുകൾ അവർ കണ്ടെത്തി. അതോടൊപ്പം പോസ്റ്റ് ഓഫീസിന്റെ ചാക്കുകളും. സംശയത്തിനൊരിടവും ബാക്കിയുണ്ടായിരുന്നില്ല. ഇതുതന്നെയായിരുന്നു ആ വലിയ കവർച്ചയുടെ ആസ്ഥാനം.
അന്വേഷണോദ്യോഗസ്ഥർ ആ മുറികളിലൂടെ നടക്കുമ്പോൾ അവർക്ക് ആ ദിവസങ്ങളിലെ സംഭവങ്ങൾ കൺമുന്നിൽ കാണുന്നതുപോലെ തോന്നി. പണമെണ്ണുന്നതിന്റെ തിരക്ക്, ആഘോഷത്തിന്റെ നെഹരി, അവസാനം പിടിക്കപ്പെടുമോ എന്ന ഭയത്തോടെയുള്ള പലായനം. എന്നാൽ പോലീസിനെ കാത്തിരുന്നത് അതിലും വലിയൊരു നിധിയായിരുന്നു. ഫോറൻസിക് വിദഗ്ധർ ആ കെട്ടിടം അരിച്ചുപെടുക്കാൻ തുടങ്ങി. ഓരോ വസ്തുവും അവർ ശ്രദ്ധയോടെ പരിശോധിച്ചു. അപ്പോഴാണ് ഒരു ഉദ്യോഗസ്ഥൻ ആ മോണോപോളി ബോർഡ് കണ്ടത്. കളി കഴിഞ്ഞ ശേഷം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. അതിൽ പറ്റിപ്പിടിച്ചിരുന്ന വിരലടയാളങ്ങൾ ഒരു നിധി പോലെ അവർ ശേഖരിച്ചു. അടുത്തുള്ള ഒരു കെച്ചപ്പ് കുപ്പി, ഒരു കാപ്പിക്കപ്പ്, ഒരു പത്രത്തിന്റെ താള്, എല്ലായിടത്തു നിന്നും അവർക്ക് വിരലടയാളങ്ങൾ ലഭിച്ചു. അവിടെയാണ് കഥയുടെ ഗതി മാറിയത്. കൊള്ളക്കാർ വരുത്തിയ ഏറ്റവും വലിയ പിഴവ്. ലക്ഷക്കണക്കിന് പൗണ്ട് മോഷ്ടിക്കാനുള്ള ബുദ്ധിയും ധൈര്യവും കാണിച്ചവർ തങ്ങളുടെ വിരലടയാളങ്ങൾ മായ്ച്ചു കളയുന്നത് കാര്യത്തിൽ അശ്രദ്ധ കാണിച്ചു. ഒരുപക്ഷേ ആ തിടുക്കത്തിൽ അവർ അതോർത്തു കാണില്ല. അല്ലെങ്കിൽ തങ്ങളെ വൃത്തിയാക്കാൻ ഏൽപ്പിച്ചയാൾ ചതിക്കുമെന്ന് കരുതിയിരിക്കില്ല. കാരണമെന്തു തന്നെയായാലും ആ വിരലടയാളങ്ങൾ ഓരോന്നായി അവരുടെ പേരുകൾ പോലീസിനോട് പറയാൻ തുടങ്ങി. സ്കോട്ട്ലൻഡ് യാർഡിന്റെ റെക്കോർഡുകളിൽ ആ വിരലടയാളങ്ങൾ പരിശോധിക്കപ്പെട്ടു. അധികം വൈകാതെ ആദ്യത്തെ പേര് പുറത്തുവന്നു: റോജർ കോഡ്രി. പൂക്കൾ വിൽക്കുന്ന ഒരു സാധാരണക്കാരൻ. പക്ഷേ പോലീസിന്റെ പഴയ രേഖകളിൽ അയാളുടെ പേരുണ്ടായിരുന്നു. അതോടെ അന്വേഷണത്തിനൊരു ദിശാബോധം കൈവന്നു. ഓരോ വിരലടയാളവും ഓരോ വ്യക്തിയെ തിരിച്ചറിഞ്ഞു. ഗോർഡൻ ഗൂഡി, ചാർലി വിൽസൺ, റോണി ബിക്സ്. പട്ടിക നീണ്ടുപോയി. പക്ഷെ ആ പട്ടികയിൽ ഒരാളുടെ പേരുണ്ടായിരുന്നില്ല: ബ്രൂസ് റെയ്നൽസ്. അയാൾക്ക് മുൻപ് ക്രിമിനൽ റെക്കോർഡുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടുതന്നെ അയാളുടെ വിരലടയാളവും പോലീസിന്റെ കയ്യിലുണ്ടായിരുന്നില്ല. അയാൾ അപ്പോഴും ഒരു നിഴലായി തുടർന്നു. ഇനി പോലീസിന്റെ ഊഴമായിരുന്നു. ചീഫ് സൂപ്രണ്ടന്റ് ടോമി ബട്ട്ലറുടെ നേതൃത്വത്തിലുള്ള ഫ്ലൈയിംഗ് സ്ക്വാഡ് വേട്ടയാരംഭിച്ചു. ബട്ട്ലർ ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നില്ല. നിശബ്ദനും എന്നാൽ ഉരുക്കുമുഷ്ടിയുമുള്ള ഒരാളായിരുന്നു. കൊള്ളക്കാരെ പിടിക്കുക എന്നത് അയാൾക്കൊരു വ്യക്തിപരമായ അഭിമാന പ്രശ്നമായി മാറി. ആദ്യത്തെ അറസ്റ്റ് നടന്നത് ബോൺമൌത്തിലെ ഒരു ഫ്ളാറ്റിൽ വെച്ചായിരുന്നു. റോജർ കോഡ്രി. ഒരു സൂചനയുമില്ലാതെ പോലീസ് വാതിലിൽ മുട്ടിയപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാതെ അയാൾ കീഴടങ്ങി. അയാളുടെ ഫ്ളാറ്റിൽ നിന്ന് 141,000 പൗണ്ട് പോലീസ് കണ്ടെടുത്തു. പിന്നീട് ഓരോരുത്തരായി നിയമത്തിന്റെ വലയിൽ കുടുങ്ങാൻ തുടങ്ങി. ചാർലി വിൽസനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അയാൾ ഒളിച്ചു താമസിച്ചിരുന്ന വീട്ടിൽ നിന്നാണ്. പോലീസിനെ കണ്ടതും അയാൾ ചെറുത്തുനിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് വിഫലമായി. നിങ്ങൾക്കെന്നെ കിട്ടി, പക്ഷെ ഞാനൊന്നും പറയില്ല എന്നായിരുന്നു അയാൾ പോലീസിനോട് പറഞ്ഞത്. ആ നിശബ്ദത അയാൾ അവസാനം വരെ കാത്തുസൂക്ഷിച്ചു. ഓരോ അറസ്റ്റും പത്രങ്ങളിൽ വലിയ വാർത്തയായി. ബ്രിട്ടനിലെ ജനങ്ങൾ ആ വാർത്തകൾ ആകാംക്ഷയോടെ വായിച്ചു. കൊള്ളസംഘത്തിലെ അംഗങ്ങളുടെ ചിത്രങ്ങൾ പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു. അതുവരെ അജ്ഞാതരായിരുന്നവർക്ക് മുഖങ്ങൾ ലഭിച്ചു. ചിലർ അവരെ വെറുത്തു. മറ്റു ചിലർക്ക് അവരോട് സഹതാപം തോന്നി. പക്ഷേ എല്ലാവരും പിടിക്കപ്പെട്ടില്ല. ബ്രൂസ് റെയ്നോൾസ്, റോണി ബിക്സ്, ജിമ്മി വൈറ്റ് തുടങ്ങിയ പ്രധാനികൾ അപ്പോഴും ഒളിവിൽ തന്നെയായിരുന്നു. അവർക്ക് മനസ്സിലായി ഇംഗ്ലണ്ടിൽ തുടർന്നാൽ തങ്ങൾ പിടിക്കപ്പെടുമെന്ന്. അവർ രാജ്യം വിടാൻ തീരുമാനിച്ചു. കള്ള പാസ്പോർട്ടുകൾ സംഘടിപ്പിച്ച് രൂപമാറ്റം വരുത്തി അവർ യൂറോപ്പിലേക്ക് കടന്നു. റെയ്നോൾസ് മെക്സിക്കോയിലേക്കും ബിക്സ് ഓസ്ട്രേലിയയിലേക്കും യാത്ര തിരിച്ചു. തങ്ങളുടെ പഴയ ജീവിതം ഉപേക്ഷിച്ച് പുതിയൊരു വ്യക്തിത്വം സ്വീകരിച്ച് ഒരു പുതിയ തുടക്കത്തിനായി അവർ ശ്രമിച്ചു. 1964 ജാനുവരിയിൽ പിടിക്കപ്പെട്ടവരുടെ വിചാരണ ആരംഭിച്ചു. എയിൽസ്ബറിയിലെ ഒരു പഴയ കോടതി മുറിയിൽ ലോകമുറ്റുനോക്കി ആ വിചാരണ നടന്നു. മാസങ്ങൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷം വിധി വന്നു. ഗോർഡൻ ഗൂഡി, ചാർലി വിൽസൺ, റോജർ കോഡ്രി എന്നിവരുൾപ്പെടെ 7 പേർക്ക് 30 വർഷം വീതം തടവുശിക്ഷ. മറ്റുള്ളവർക്ക് അതിൽ കുറഞ്ഞ ശിക്ഷകളും. അക്കാലത്തെ നിയമമനുസരിച്ച് അതൊരു അസാധാരണമായ ശിക്ഷയായിരുന്നു. ഒരു കൊലപാതകത്തിന് ലഭിക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷ. നിങ്ങൾ ഒരു യുദ്ധം പ്രഖ്യാപിച്ചു, അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കണം എന്ന് ജഡ്ജി വിധി പ്രസ്താവനത്തിൽ പറഞ്ഞു. കോടതിമുറിയിൽ ആ വിധി കേട്ട് പ്രതികൾ ഞെട്ടിത്തരിച്ചു നിന്നു. അവർ ഇത്രയും വലിയൊരു ശിക്ഷ പ്രതീക്ഷിച്ചിരുന്നില്ല. തങ്ങളുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ജയിലഴികൾക്കുള്ളിൽ അവസാനിക്കാൻ പോകുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആ വലിയ കവർച്ചയുടെ തിളക്കം ആ നിമിഷം കെട്ടുപോയി. പകരം തണുത്ത ജയിൽ മുറികളുടെ യാഥാർത്ഥ്യം അവരെ തുറിച്ചുനോക്കി. എന്നാൽ കഥ അവിടെ അവസാനിച്ചില്ല. ശിക്ഷിക്കപ്പെട്ടവരിൽ 2 പേർ, ചാർലി വിൽസണും റോണി ബിക്സും, ജയിലിൽ അടങ്ങി ഒതുങ്ങിക്കഴിയാൻ തയ്യാറായിരുന്നില്ല. അവരുടെ മനസ്സിൽ രക്ഷപ്പെടാനുള്ള പദ്ധതികൾ രൂപം കൊണ്ടുന്നുണ്ടായിരുന്നു. പുറംലോകത്ത് ബ്രൂസ് റെയ്നോൾസ് തന്റെ കൂട്ടാളികളെ സഹായിക്കാൻ വഴികൾ ആലോചിക്കുന്നുണ്ടായിരുന്നു. വേട്ടയുടെ ഒരു ഘട്ടം കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിഹാസത്തിന്റെ അടുത്ത അധ്യായം തുടങ്ങാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ജയിൽ ചാട്ടത്തിന്റെയും മറ്റൊന്ന് ലോകം മുഴുവൻ നീണ്ട ഒളിച്ചോട്ടത്തിന്റെയും. ലണ്ടനിലെ തെരുവുകൾ തണുപ്പ് കൂടിക്കൊണ്ടിരുന്നു. ഗ്രേറ്റ് ട്രെയിൻ റോബറിയുടെ വാർത്തകൾ പതിയെ മറ്റു വാർത്തകൾക്ക് വഴിമാറിത്തുടങ്ങി. പിടിക്കപ്പെട്ടവർ എയിൽസ്ബറിയിലെ വിധി കേട്ട് ജയിലഴികൾക്കുള്ളിലെ തങ്ങളുടെ പുതിയ ജീവിതത്തോട് പൊരുത്തപ്പെടാൻ ശ്രമിച്ചു.
ലോകം അവരെ മറന്നു തുടങ്ങുകയായിരുന്നു. എന്നാൽ ചിലരുടെ മനസ്സിൽ ആ കഥ അവസാനിച്ചിരുന്നില്ല. അങ്ങ് ദൂരെ മെക്സിക്കോയിലെ ഏതോ ഒരു നഗരത്തിൽ പുതിയൊരു പേരും മുഖവുമായി ജീവിക്കുന്ന ബ്രൂസ് റെയ്നോൾസിന്റെ ഉറക്കം കെടുത്തുന്ന ഓർമ്മയായിരുന്നു ജയിലിലായ കൂട്ടുകാർ. പ്രത്യേകിച്ചും ചാർലി വിൽസൺ. സംഘത്തിലെ നിശബ്ദനായ ആ പോരാളി താൻ കാരണം 30 വർഷം ജയിലിൽ കിടക്കുന്നത് അയാൾക്ക് സഹിക്കാനാവുന്നില്ലായിരുന്നു. ഒരുതരം കുറ്റബോധം അയാളെ വേട്ടയാടി. ആ കടം വീട്ടണമെന്ന് അയാൾ ഉറപ്പിച്ചു. അങ്ങനെ 1964 ഓഗസ്റ്റ് 12 രാത്രി ബിർമിംഗ്ഹാമിലെ വിൻസെന്റ് ഗ്രീൻ പ്രിസൺ അസാധാരണമായൊരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു. അതൊരു ജയിൽ ചാട്ടമായിരുന്നില്ല, മറിച്ച് ഒരു ജയിൽ ഭേദനമായിരുന്നു. പുറത്തുനിന്നുള്ള 3 അംഗ സംഘം രാത്രിയുടെ മറവിൽ ആ കൂറ്റൻ ജയിൽ മതിൽ ഒരു കയർ ഗോണി ഉപയോഗിച്ച് ചാടിക്കിടന്നു. അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു. ചാർലി വിൽസൺ ഏത് സെല്ലിലാണ്, എപ്പോൾ പുറത്തിറങ്ങണമെന്നെല്ലാം അവർക്കറിയാമായിരുന്നു. ഒരു സിനിമയെ വെല്ലുവിളിക്കുന്ന ആസൂത്രണത്തോടെ അവർ ഒരു ഗാർഡിനെ കീഴടക്കി സെല്ലിന്റെ താക്കോൽ കൈക്കലാക്കി ചാർലി വിൽസനെ പുറത്തെടുത്തു. എല്ലാം കഴിഞ്ഞത് വെറും 3 മിനിറ്റിനുള്ളിൽ. അവർ വന്നതുപോലെ തന്നെ ആരുമറിയാതെ മതിലിനു മുകളിലൂടെ തിരികെ രക്ഷപ്പെട്ടു. പിറ്റേന്ന് മാത്രമാണ് ബ്രിട്ടൻ ആ വാർത്ത അറിഞ്ഞത്. ട്രെയിൻ കൊള്ളക്കാരിൽ ഒരാൾ ചാർലി വിൽസൺ ജയിൽ ചാടിയിരിക്കുന്നു. ഇത് പോലീസിനും സർക്കാരിനും വലിയൊരു നാണക്കേടായി. കൊള്ളസംഘത്തിന്റെ ഇതിഹാസത്തിന് പുതിയൊരധ്യായം കൂടി എഴുതി ചേർക്കപ്പെട്ടു. ഈ സംഭവം മറ്റൊരു ജയിലിൽ, ലണ്ടനിലെ വോൺസ്വർത്ത് പ്രിസണിൽ ഒരാൾക്ക് വലിയ പ്രചോദനം നൽകി. റോണി ബിഗ്സ്. കൊള്ളയിൽ അയാളുടെ പങ്ക് ചെറുതായിരുന്നെങ്കിലും കിട്ടിയ ശിക്ഷ വലുതായിരുന്നു. അയാൾക്കവിടെ അടങ്ങി ഒതുങ്ങി കഴിയാൻ മനസ്സുണ്ടായിരുന്നില്ല. 1965 ജൂലൈ 8 ജയിലിലെ പതിവ് വ്യായാമ സമയമായിരുന്നു. തടവുകാരെല്ലാം ജയിലിന്റെ വലിയ മുറ്റത്ത് ചിതറിക്കിടക്കുന്നു. പെട്ടെന്ന് ജയിലിന്റെ കൂറ്റൻ മതിലിനോട് ചേർന്ന് പുറത്തെ റോഡിൽ ഒരു ഫർണിച്ചർ വാൻ വന്നു നിന്നു. ആരും ശ്രദ്ധിക്കുന്നതിനു മുൻപ് ആ വാനിന്റെ മുകളിൽ നിന്ന് ഒരു കയർ ഗോണി മതിലിനു മുകളിലൂടെ അകത്തേക്ക് വന്നു. അതൊരു സൂചനയായിരുന്നു. റോണി ബിഗ്സും കൂടെയുണ്ടായിരുന്ന മറ്റു 3 തടവുകാരും ആ ഗോണി ലക്ഷ്യമാക്കി ഓടി. ഗാർഡുകൾക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നതിനു മുൻപ് അവർ 4 പേരും ആ 30 അടി ഉയരമുള്ള മതിൽ കയറി. താഴെ വാനിന്റെ മുകളിൽ അവർക്കായി ഒരുക്കിയ മെത്തയിലേക്ക് അവർ ചാടി. വാൻ ഒരു മിന്നൽ വേഗത്തിൽ അവിടെ നിന്ന് പാഞ്ഞുപോയി. റോണി ബിഗ്സിന്റെയും പലായനം ബ്രിട്ടനെ ഞെട്ടിച്ചു. ഈ കൊള്ളക്കാർ നിയമത്തെ ഭയക്കുന്നത് മാത്രമല്ല, അതിനെ പരസ്യമായി വെല്ലുവിളിക്കുകയാണെന്ന് ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. പാരീസിലേക്ക് രക്ഷപ്പെട്ട ബിഗ്സ് അവിടെ വെച്ച് ഒരു പ്ലാസ്റ്റിക് സർജറിയിലൂടെ തന്റെ മുഖം മാറ്റി. പിന്നീടൊരു പുതിയ പേരിൽ പുതിയൊരു ജീവിതം സ്വപ്നം കണ്ട് അയാൾ തങ്ങളുടെ കുടുംബത്തോടൊപ്പം ഓസ്ട്രേലിയയിലേക്ക് കപ്പൽ കയറി. ഈ ജയിൽ ചാട്ടങ്ങൾ സ്കോട്ട്ലൻഡ് യാർഡിന്റെയും ടോമി ബട്ട്ലറുടെയും ഉറക്കം കെടുത്തി. ഇതൊരു പ്രാദേശിക അന്വേഷണമല്ല, മറിച്ച് ഒരു ആഗോള വേട്ടയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. റെയ്നോൾസ്, വിൽസൺ, ബിഗ്സ്, പിന്നെ പിടികിട്ടാനുള്ള മറ്റുള്ളവർ. അവരുടെ ചിത്രങ്ങൾ ഇന്റർപോളിന്റെ സഹായത്തോടെ ലോകമെമ്പാടും പ്രചരിച്ചു. മെക്സിക്കോയിൽ ബ്രൂസ് റെയ്നോൾസ് ഒരുതരം ഒളിജീവിതം നയിക്കുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന പണം അതിവേഗം തീർന്നുകൊണ്ടിരുന്നു. അവർ സ്വപ്നം കണ്ടിരുന്ന ആഡംബര ജീവിതം ഒരു മരീചികയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഓരോ നിമിഷവും പിടിക്കപ്പെടുമോ എന്ന ഭയം. പുതിയ മുഖങ്ങൾ കാണുമ്പോൾ, പുതിയ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അത് പോലീസാണോ എന്ന് സംശയിക്കുന്ന ഒരുതരം മാനസികാവസ്ഥ. ആ ജീവിതം മടുത്തപ്പോൾ ചാർലി വിൽസനുമായി പിരിഞ്ഞ് റെയ്നോൾസ് തന്റെ കുടുംബത്തോടൊപ്പം കാനഡയിലേക്കും പിന്നീട് ഫ്രാൻസിലേക്കും മാറി. പക്ഷെ ഒരിടത്തും അയാൾക്ക് സമാധാനം കിട്ടിയില്ല. ഒടുവിൽ പണമെല്ലാം തീർന്നപ്പോൾ മറ്റു വഴികളില്ലാതെ അയാൾ തന്റെ സ്വന്തം നാട്ടിലേക്ക്, ലണ്ടനിലേക്ക് തന്നെ മടങ്ങാൻ തീരുമാനിച്ചു. 1968 തെക്കൻ ഇംഗ്ലണ്ടിലെ ടോർക്വി എന്ന തീരദേശ പട്ടണത്തിൽ ഒരു സാധാരണക്കാരനായി അയാൾ ഒളിവിൽ താമസിച്ചു. പക്ഷേ ടോമി ബട്ട്ലർ എന്ന ആ പോലീസ് ഉദ്യോഗസ്ഥൻ അയാളെ മറന്നിരുന്നില്ല. കഴിഞ്ഞ 5 വർഷമായി ബട്ട്ലറുടെ ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യം റെയ്നോൾസിനെ പിടിക്കുക എന്നതായിരുന്നു. ഒടുവിൽ ഒരു അജ്ഞാത ഫോൺ സന്ദേശം ബട്ട്ലറെ ടോർക്വിയിലെ ആ ഒളിത്താവളത്തിലേക്ക് എത്തിച്ചു. നവംബറിലെ ഒരു തണുത്ത പ്രഭാതത്തിൽ പോലീസുകാർ ആ വീട് വളഞ്ഞു. ഒരു ചെറുത്തുനിൽപ്പിനും ശ്രമിക്കാതെ ബ്രൂസ് റെയ്നോൾസ് കീഴടങ്ങി. ആ വലിയ കവർച്ചയുടെ സൂത്രധാരൻ 5 വർഷത്തെ ഒളിവ് ജീവിതത്തിനു ശേഷം ഒടുവിൽ നിയമത്തിന്റെ മുന്നിലെത്തി. അയാളെ വിലങ്ങണിച്ച് ലണ്ടനിലേക്ക് കൊണ്ടുവരുന്ന ചിത്രങ്ങൾ പത്രങ്ങൾ ആഘോഷിച്ചു. ഒരു വലിയ വേട്ടയുടെ അന്ത്യം. അതേസമയം കാനഡയിലെ ക്യുബെക്കിൽ ഒരു ചെറിയ പട്ടണത്തിൽ ചാർലി വിൽസണും ഒരു പുതിയ ജീവിതം തുടങ്ങിയിരുന്നു. അവിടെ അയാൾ ഒരു മാന്യനായ കുടുംബനാഥനായിരുന്നു. അയൽക്കാർക്കാർക്കും അയാളുടെ ഭൂതകാലത്തെക്കുറിച്ച് അറിയുമായിരുന്നില്ല. എന്നാൽ
അയാളുടെ ഭാര്യ ഇംഗ്ലണ്ടിലുള്ള തന്റെ മാതാപിതാക്കളെ ഫോൺ ചെയ്ത ഒരു ചെറിയ പിഴവ് സ്കോട്ട്ലൻഡ് യാർഡിന് അയാളുടെ ഒളിത്താവളം കാണിച്ചുകൊടുത്തു. 1968 തന്നെ കനേഡിയൻ പോലീസ് ആ വീട്ടിലെത്തി സൈലന്റ് ചാർലിയെ അറസ്റ്റ് ചെയ്തു. അയാളുടെ പലായനത്തിനും അവസാനമായി. ഇപ്പോൾ ഒരാൾ മാത്രം ബാക്കി, റോണി ബിഗ്സ്. അയാളുടെ കഥയാണ് ഈ കൊള്ളയുടെ ഏറ്റവും വലിയ ഇതിഹാസമായി മാറിയത്. ഓസ്ട്രേലിയയിൽ അഡ്ലെയ്ഡ് നഗരത്തിൽ ഒരു മരപ്പണിക്കാരനായി അയാൾ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. എന്നാൽ 1969 ഇംഗ്ലണ്ടിലേക്ക് അയാളുടെ ഭാര്യ അയച്ച ഒരു കത്ത് പോലീസിന്റെ കയ്യിൽ കിട്ടി. അതിൽ നിന്ന് അവരുടെ വിലാസം കണ്ടെത്തിയ പോലീസ് ഓസ്ട്രേലിയൻ പോലീസുമായി ബന്ധപ്പെട്ടു. വിവരം മണത്തെറിഞ്ഞ ബിഗ്സ് പോലീസ് എത്തുന്നതിന് തൊട്ടുമുൻപ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇത്തവണ അയാൾ തന്റെ കുടുംബത്തെയും ഉപേക്ഷിച്ചു. പനാമ വഴി അയാൾ ബ്രസീലിലെ റിയോ ഡി ജനീറോയിലെത്തി. 1970കളിലെ ബ്രസീലിന്റെ ഇംഗ്ലണ്ടുമായി കുറ്റവാളികളെ കൈമാറാനുള്ള ഉടമ്പടി ഉണ്ടായിരുന്നില്ല. ആ നിയമത്തിന്റെ തണലിൽ റോണി ബിഗ്സ് ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. അതൊരു ഒളിവു ജീവിതമായിരുന്നില്ല. അയാൾ തന്റെ വ്യക്തിത്വത്തെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാനാണ് ഗ്രേറ്റ് ട്രെയിൻ റോബർ റോണി ബിഗ്സ്. ബ്രിട്ടീഷ് പോലീസ് അയാളെ പിടിക്കാൻ റിയോയിലെത്തി. എന്നാൽ അപ്പോഴേക്കും ബിഗ്സ് ബ്രസീലിയൻ പൗരത്വമുള്ള ഒരു സ്ത്രീയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. ബ്രസീലിയൻ നിയമപ്രകാരം രാജ്യത്തെ ഒരു പൗരന്റെ പിതാവിനെ വിദേശത്തേക്ക് നാടുകടത്താൻ പാടില്ലായിരുന്നു. ആ കുഞ്ഞ് അയാളുടെ രക്ഷാകവചമായി മാറി. പിന്നീടുള്ള 30 വർഷക്കാലം റോണി ബിഗ്സ് റിയോയിൽ ഒരു സെലിബ്രിറ്റിയെപ്പോലെ ജീവിച്ചു. തന്നെ കാണാൻ വരുന്ന ടൂറിസ്റ്റുകളോട് അയാൾ തന്റെ കഥകൾ പറഞ്ഞു. പണത്തിനായി അവരോടൊപ്പം ഫോട്ടോകൾ എടുത്തു. പാട്ട് സീനുകളിൽ അഭിനയിച്ചു. ബ്രിട്ടീഷ് നിയമവ്യവസ്ഥയെ പരിഹസിച്ചുകൊണ്ട് അയാൾ ജീവിച്ചു. ഒരു കള്ളനിൽ നിന്ന് മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന ഒരു നാടോടി നായകനായി അയാൾ മാറി. കാലം അയാളുടെ കുറ്റകൃത്യങ്ങളെ മായ്ച്ചു കളയുകയും അയാളുടെ പലായനത്തെ ഒരു സാഹസിക കഥയാക്കുകയും ചെയ്തു. അങ്ങനെ ആ വലിയ കവർച്ചയിലെ ഓരോ അംഗവും ഓരോ വഴികളിലൂടെ തങ്ങളുടെ ഇതിഹാസം പൂർത്തിയാക്കുകയായിരുന്നു. ചിലർ ജയിലഴികൾക്കുള്ളിൽ, മറ്റു ചിലർ ലോകത്തിന്റെ പല കോണുകളിലായി ചിതറിപ്പോയ ഓർമ്മകളായി. വർഷങ്ങൾ കടന്നുപോയി. ലോകം മാറി. 1960കളിലെ ആവേശവും ലഹരിയും പുതിയ ദശാബ്ദങ്ങൾക്ക് വഴിമാറി. ഗ്രേറ്റ് ട്രെയിൻ റോബർ എന്ന ഇതിഹാസം പഴയ തലമുറയുടെ ഓർമ്മകളിലേക്ക് ചുരുങ്ങി. എന്നാൽ ആ കഥയിലെ നായകന്മാരുടെ ജീവിതം കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ പുതിയ അധ്യായങ്ങൾ എഴുതിച്ചേർക്കുകയായിരുന്നു. അവരുടെ ജീവിതം എവിടെയാണ് എത്തിച്ചേർന്നത്? ജയിലിലായവർ പതിയെ തങ്ങളുടെ ശിക്ഷയുടെ ഭാരം അറിഞ്ഞു തുടങ്ങി. ഗോർഡൻ ഗുഡിയെപ്പോലുള്ളവർ തങ്ങളുടെ യൗവനത്തിലെ നല്ലൊരു പങ്കും ആ തണുത്ത ജയിൽ മുറികളിൽ ഹോമിച്ചു. പുറംലോകം ബഹിരാകാശത്തേക്ക് കുതിക്കുകയും കമ്പ്യൂട്ടറുകൾ പിറവിയെടുക്കുകയും ചെയ്തപ്പോൾ അവരുടെ ലോകം 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി. ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം അവർ ഓരോരുത്തരായി പുറത്തിറങ്ങി. പക്ഷേ അവരെ കാത്തിരുന്നത് പഴയ ലോകമായിരുന്നില്ല. പലരും തങ്ങളുടെ കുടുംബങ്ങൾക്ക് അന്യരായിരുന്നു. അവർ മോഷ്ടിച്ച പണത്തിന്റെ തിളക്കം എന്നേ മങ്ങിയിരുന്നു. ഗോൾഡൻ ഗുഡി സ്പെയിനിലേക്ക് പോയി. അവിടെ ഒരു ചെറിയ ബാർ നടത്തി ശിഷ്ടകാലം നിശബ്ദമായി ജീവിച്ചു. പ്രശസ്തിയുടെ വെള്ളിവെളിച്ചത്തിൽ നിന്ന് മാറി ഒരു സാധാരണക്കാരന്റെ ജീവിതം അയാൾ തിരഞ്ഞെടുത്തു. കവർച്ചയുടെ സൂത്രധാരൻ ബ്രൂസ് റെയ്നോൾഡ്സ് 10 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം 1978 പുറത്തിറങ്ങി. ഒരു കാലത്ത് ലണ്ടനിലെ ഏറ്റവും വിലപിടിപ്പുള്ള കുറ്റവാളിയായിരുന്ന അയാൾ ഇപ്പോൾ പ്രായം തളർത്തിയ ഒരു സാധാരണക്കാരനായിരുന്നു. അയാൾ വീണ്ടും കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് മടങ്ങിപ്പോയില്ല. പകരം അയാൾ ഒരു പുസ്തകമെഴുതി, ഓട്ടോബയോഗ്രഫി ഓഫ് എ തീഫ്. അതിൽ അയാൾ തന്റെ ജീവിതം തുറന്നെഴുതി. ആ വലിയ കവർച്ചയുടെ ആസൂത്രണവും ഒളിവി ജീവിതത്തിലെ ഭയവും ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ടതിന്റെ വേദനയും. അയാൾ ഒരു കൺസൾട്ടന്റായി, ഒരു എഴുത്തുകാരനായി പഴയ കഥകൾ അയവിറക്കി ജീവിച്ചു. പക്ഷേ അയാളുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു നഷ്ടബോധം നിഴലിച്ചിരുന്നു. താൻ സ്വപ്നം കണ്ട ജീവിതമായിരുന്നില്ല അതെന്ന് അയാൾ പലപ്പോഴും പറഞ്ഞിരുന്നു. 2013 തന്റെ 81ാം വയസ്സിൽ ഉറക്കത്തിൽ അയാൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ വലിയ കവർച്ചയുടെ അവസാനത്തെ സൂത്രധാരനും ഓർമ്മയായി. എന്നാൽ എല്ലാവരുടെയും അവസാനം അത്ര ശാന്തമായിരുന്നില്ല. ചാർലി വിൽസൺ കാനഡയിൽ നിന്ന് പിടികൂടി തിരികെ കൊണ്ടുവന്ന ശേഷം തന്റെ ശിക്ഷ പൂർത്തിയാക്കി പുറത്തിറങ്ങി. അയാളും സ്പെയിനിലെ മാർബെല്ല എന്ന തീരദേശ പട്ടണത്തിലേക്ക് മാറി. അവിടെ അയാൾ തന്റെ കുടുംബത്തോടൊപ്പം ഒരു പുതിയ ജീവിതം തുടങ്ങി. പക്ഷേ അയാളുടെ ഭൂതകാലം അയാളെ വെറുതെ വിട്ടില്ല. അധോലോകത്തിന്റെ നിയമങ്ങൾ വ്യത്യസ്തമാണ്. 1990 തന്റെ വീടിന്റെ പൂന്തോട്ടത്തിൽ വെച്ച് മുഖംമുഖട ഭരിച്ച ഒരാളുടെ വെടിയേറ്റ് ചാർലി വിൽസൺ കൊല്ലപ്പെട്ടു.
ആ കൊലപാതകത്തിന് പിന്നിലെ കാരണം ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു. സൈലന്റ് ചാർലി തന്റെ രഹസ്യങ്ങളുമായി നിശബ്ദനായി യാത്രയായി. ഇനി റോണി ബിഗ്സിന്റെ കഥ. അയാളുടെ ജീവിതമായിരുന്നു പക്ഷേ ഏറ്റവും വലിയ നാടകം. ബ്രസീലിൽ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് അയാൾ ഒരു ഇതിഹാസമായി ജീവിച്ചു. പക്ഷെ കാലം ആർക്കും വേണ്ടി കാത്തുനിൽക്കില്ല. പ്രായം അയാളെയും തളർത്തി. തുടർച്ചയായ സ്ട്രോക്കുകൾ അയാളുടെ സംസാരശേഷിയും ചലനശേഷിയും കവർന്നെടുത്തു. റിയോയിലെ കാർണിവൽ വർണ്ണങ്ങൾക്കിടയിലും അയാളുടെ മനസ്സിൽ ഇംഗ്ലണ്ടിലെ മഴ പെയ്യുകയായിരുന്നു. തന്റെ അവസാന നാളുകളിൽ ഒരു ബ്രിട്ടീഷ് പബ്ബിൽ കയറി ഒരു ഗ്ലാസ് ബിയർ കുടിക്കണമെന്നതായിരുന്നു അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ 36 വർഷത്തെ ഒളിവ് ജീവിതത്തിനു ശേഷം 2001 റോണി ബിഗ്സ് സ്വന്തം ഇഷ്ടപ്രകാരം ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിവരാൻ തീരുമാനിച്ചു. ഒരു സ്വകാര്യ വിമാനത്തിൽ മാധ്യമങ്ങളുടെ അകമ്പടിയോടെ അയാൾ ലണ്ടനിൽ ഇറങ്ങി. വീൽചെയറിൽ സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്ന ആ പ്രായം ചെന്ന മനുഷ്യനെ സ്കോട്ട്ലൻഡ് യാർഡ് അറസ്റ്റ് ചെയ്തു. അയാളുടെ വലിയ പലായനം അവസാനിച്ചിരിക്കുന്നു. ശിക്ഷയുടെ ബാക്കി ഭാഗം അനുഭവിക്കാനായി അയാളെ ജയിലിലടച്ചു. പക്ഷേ ആരോഗ്യം മോശമായതിനെ തുടർന്ന് 2009 മാനുഷിക പരിഗണന നൽകി അയാളെ മോചിപ്പിച്ചു. 2013 ബ്രൂസ് റെയ്നോൾഡ്സ് മരിച്ച് ഏതാനും മാസങ്ങൾക്ക് ശേഷം റോണി ബിഗ്സും ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒരേ വർഷം ആ വലിയ കവർച്ചയുടെ ഏറ്റവും പ്രശസ്തരായ 2 പേർ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. ആ പണത്തിനെന്ത് സംഭവിച്ചു? ഇന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണത്. 2.6 മില്യൺ പൗണ്ടിൽ വെറും 300,000 പൗണ്ട് മാത്രമേ പോലീസിന് വീണ്ടെടുക്കാൻ കഴിഞ്ഞുള്ളൂ. ബാക്കി പണം എവിടെ പോയി? ചിലർ പറയുന്നു അത് പല ബിസിനസ്സുകളിലായി നിക്ഷേപിക്കപ്പെട്ടുവെന്ന്. മറ്റു ചിലർ വിശ്വസിക്കുന്നത് ഒളിവ് ജീവിതത്തിനും അഭിഭാഷകർക്കും പുതിയ ഐഡന്റിറ്റികൾ ഉണ്ടാക്കുന്നതിനും വേണ്ടി ആ പണം മുഴുവൻ ചെലവഴിക്കപ്പെട്ടുവെന്നുമാണ്. ഒരുപക്ഷേ ആ പണം അതിന്റെ ഉടമസ്ഥർക്ക് ഒരിക്കലും യഥാർത്ഥ സന്തോഷം നൽകിയില്ല. അതൊരു ശാപം പിടിച്ചു നിധിയായിരുന്നിരിക്കാം. ആ വലിയ കവർച്ച അവർക്ക് പണം നൽകി, പ്രശസ്തി നൽകി, പക്ഷേ സമാധാനം നൽകിയോ? ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അവസാന താളുകൾ വായിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഒരു ഉത്തരമേയുള്ളൂ: ഇല്ല. അവർ നേടിയതിനേക്കാൾ വലുതായിരുന്നു അവർക്ക് നഷ്ടപ്പെട്ടത്. കുടുംബം, യൗവനം, പിന്നെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിച്ച ഒന്നായ സമാധാനം. അവരുടെ കഥ ഒരു കാലഘട്ടത്തിന്റെ സാഹസികതയുടെ ഓർമ്മപ്പെടുത്തലാണ്. പക്ഷെ അതിലുപരി എളുപ്പവഴികൾ തേടുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവിതത്തിന്റെ വിലയെക്കുറിച്ചുള്ള ഒരു വലിയ പാഠം കൂടിയാണ്. ആ പാഠം കാലം അവരുടെ ജീവിതം കൊണ്ട് എഴുതിവെക്കുകയായിരുന്നു. കാലം ഒരു വലിയ പുഴ പോലെ ഒഴുകി നീങ്ങുമ്പോൾ ചില കഥകൾ അതിലെ ഓളങ്ങളിൽ മാഞ്ഞുപോകാതെ പാറകളിൽ കുത്തിവെച്ച ശില്പങ്ങൾ പോലെ നിലനിൽക്കും. ഗ്രേറ്റ് ട്രെയിൻ റോബറിയുടെ കഥ അത്തരത്തിലൊന്നാണ്. അത് വെറുമൊരു കവർച്ചയുടെ ചരിത്രമല്ല, മറിച്ച് ഒരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലാണ്. എന്തുകൊണ്ടാണ് ഈ കഥ ഇന്നും നമ്മെ ആകർഷിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ കൊള്ളക്കാർ നിയമം ലംഘിച്ചവരായിട്ടും ചിലരുടെയെങ്കിലും മനസ്സിൽ വീരനായകന്മാരായി മാറിയത്? അതിന്റെ ഉത്തരമൊരുപക്ഷേ ആ കാലഘട്ടത്തിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടാകാം. 1960കളിലെ ബ്രിട്ടൻ ഒരു മാറ്റത്തിന്റെ വക്കിലായിരുന്നു. പഴയ തലമുറയുടെ ചിട്ടകളും നിയമങ്ങളും പുതിയ തലമുറ ചോദ്യം ചെയ്തു തുടങ്ങിയ കാലം. അധികാരത്തോടും വ്യവസ്ഥിതിയോടുമുള്ള ഒരുതരം മടുപ്പ് സാധാരണക്കാർക്കിടയിൽ പുകഞ്ഞുണ്ടായിരുന്നു. അപ്പോഴാണ് സാധാരണക്കാരായ ഒരു കൂട്ടം ആളുകൾ ഭരണകൂടത്തിന്റെ സുരക്ഷാവലയങ്ങളെല്ലാം ഭേദിച്ച് അവരുടെ കൺമുന്നിലൂടെ കോടിക്കണക്കിന് പൗണ്ടുമായി കടന്നുകളഞ്ഞത്. അതൊരുതരം പ്രതീകാത്മകമായ വിജയമായി പലരും കണ്ടു. സാധാരണക്കാരന് അസാധ്യമായി ഒന്നുമില്ലെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. അവരാരെയും കൊന്നില്ല. ജാക്ക് മിൽസിനേറ്റ പെരിക്ക് ഗുരുതരമായിരുന്നുവെങ്കിലും അത് മനഃപൂർവ്വമായിരുന്നില്ല എന്ന വാദം നിലനിന്നു. അവരുടെ ആയുധം തോക്കുകളോ ബോംബുകളോ ആയിരുന്നില്ല, മറിച്ച് ബുദ്ധിയും ആസൂത്രണവുമായിരുന്നു. ഒരു യുദ്ധതന്ത്രം പോലെ അവർ തങ്ങളുടെ പദ്ധതി മെനഞ്ഞു. ഓരോ ചലനവും കണക്കുകൂട്ടി. ഒരു സിനിമ കാണുന്നതുപോലെ ബ്രിട്ടനിലെ ജനങ്ങൾ അവരുടെ ഓരോ നീക്കവും ആകാംക്ഷയോടെ വീക്ഷിച്ചു. മാധ്യമങ്ങൾ ഈ കഥയ്ക്ക് ഒരു സാഹസിക പരിവേഷം നൽകി. റോബിൻഹുഡിന്റെ കഥ പോലെ പണക്കാരന്റെ കോട്ട തകർത്ത് നിധി കൈക്കലാക്കിയ സാധാരണക്കാർ. അവരുടെ പലായനത്തിന്റെ കഥകൾ ഈ ഇതിഹാസത്തിന് കൂടുതൽ നിറം പകർന്നു. ചാർലി വിൽസന്റെയും റോണി ബിഗ്സിന്റെയും ജയിൽ ചാട്ടങ്ങൾ നിയമത്തെ വെല്ലുവിളിച്ച സാധാരണക്കാരന്റെ ധൈര്യമായി വാഴ്ത്തപ്പെട്ടു. പ്രത്യേകിച്ച് റോണി ബിഗ്സ്. പതിറ്റാണ്ടുകളോളം നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് ലോകത്തിന്റെ മറ്റൊരു കോണിലിരുന്ന് അയാൾ ബ്രിട്ടീഷ് സർക്കാരിനെ പരിഹസിച്ചു. അയാളുടെ ജീവിതം തന്നെ ഒരു വലിയ പ്രതിഷേധമായി മാറി. ഈ കഥകൾ
അവരെ വെറും കുറ്റവാളികളിൽ നിന്ന് വ്യവസ്ഥിതിയെ എതിർത്ത ആന്റി ഹീറോകളാക്കി മാറ്റി. എന്നാൽ ഈ കഥയുടെ വർണ്ണപ്പകിട്ടാർന്ന ചിത്രത്തിനപ്പുറം ഇരുണ്ട മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ആ രാത്രിയിൽ ട്രെയിൻ ഓടിച്ചിരുന്ന ജാക്ക് മിൽസിന്റെ ജീവിതം പിന്നീടൊരിക്കലും പഴയതുപോലെ ആയിരുന്നില്ല. തലക്കേറ്റ പരിക്ക് അയാളുടെ ആരോഗ്യത്തെ തളർത്തി. ആ മാനസികാഘാതത്തിൽ നിന്ന് കരകയറാൻ അയാൾക്കൊരിക്കലും കഴിഞ്ഞില്ല. 7 വർഷത്തിനു ശേഷം തന്റെ 64-ാം വയസ്സിൽ ശാരീരികവും മാനസികവുമായ തകർച്ചയുടെ ഫലമായി അയാൾ മരണമടഞ്ഞു. കൊള്ളയുടെ യഥാർത്ഥ ഇര ഒരുപക്ഷെ അയാൾ മാത്രമായിരിക്കാം. അയാളുടെ കുടുംബമനുഭവിച്ച വേദന ആ ഇതിഹാസത്തിന്റെ വെള്ളിവെളിച്ചത്തിൽ അധികമാരും കണ്ടില്ല. കൊള്ളക്കാർ മോഷ്ടിച്ച പണം അവർക്കോ അവരുടെ കുടുംബത്തിനോ നിലനിൽക്കുന്ന സന്തോഷം നൽകിയില്ല. ഒളിവു ജീവിതത്തിന്റെ ഭയവും ജയിൽവാസത്തിന്റെ ഏകാന്തതയും പ്രിയപ്പെട്ടവരെ പിരിഞ്ഞിരിക്കേണ്ടി വന്നതിന്റെ വേദനയും അവർ ആ പണത്തിന് പകരമായി നൽകേണ്ടി വന്ന വിലയായിരുന്നു. അവസാനം ജീവിതത്തിന്റെ സായന്തനത്തിൽ തങ്ങൾ ചെയ്തതൊരു വലിയ തെറ്റായിരുന്നു എന്ന് അവരിൽ പലരും തിരിച്ചറിഞ്ഞിരുന്നു. ഗ്രേറ്റ് ട്രെയിൻ റോബറിയുടെ കഥ അതുകൊണ്ടുതന്നെ നന്മയും തിന്മയും ഇടകലർന്ന ഒന്നാണ്. അതൊരു വിജയത്തിന്റെ കഥയാണ്, അതേസമയം ഒരു വലിയ പരാജയത്തിന്റെയും കഥയാണ്. സാഹസികതയുടെയും ബുദ്ധിയുടെയും കഥയാണ്, അതേസമയം വേദനയുടെയും നഷ്ടബോധത്തിന്റെയും കഥ കൂടിയാണ്. അത് നമ്മോട് പറയുന്നത് ഒരു കവർച്ചയുടെ ചരിത്രമല്ല, മറിച്ച് മനുഷ്യന്റെ ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും അതിനു കൊടുക്കേണ്ടിവരുന്ന വിലയെക്കുറിച്ചുമാണ്. ആ ഓർമ്മയാണ് ഈ കഥയെ ഒരു കാലഘട്ടത്തിന്റെ കണ്ണാടിയാക്കി മാറ്റുന്നത്. ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ നാം കാണുന്നത് കുറച്ച് കൊള്ളക്കാരുടെ മുഖങ്ങൾ മാത്രമല്ല, ഒരുപക്ഷേ നമ്മുടെയെല്ലാം ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന